അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് എന്താ? സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്താ? വൈദ്യുത കാന്തിക ഫലം. നമ്മൾ ഒന്നാം ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ഫലങ്ങളെ കുറിച്ചാണ് അല്ലെ. വൈദ്യുതിയുടെ താപഫലവും വൈദ്യുതിയുടെ പ്രകാശഫലവും പഠിച്ചിരുന്നു. ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്? ജൂൾ നിയമവും LED വർക്കിങ്ങും അത് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വൈദ്യുതിയുടെ അടുത്ത ഫലമാണ് വൈദ്യുതത്തെ നമുക്ക് താപോർജ്ജമാക്കി മാറ്റാം, പ്രകാശോർജ്ജമാക്കി മാറ്റാം എന്നൊക്കെ നമ്മൾ ഒന്നാം ചാപ്റ്ററിൽ പഠിച്ചു. ഇനി അതേപോലെ തന്നെ വൈദ്യുതിയുടെ മൂന്നാമത്തെ ഫലം നമ്മൾ പഠിക്കുന്നതാണ് കാന്തിക ഫലം, അഥവാ വൈദ്യുതോർജ്ജത്തിൽ നിന്ന് കാന്തികം അഥവാ കാന്തശക്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ. മൂന്നാം ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താ? മൂന്നാം ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് കാന്തം ഉപയോഗിച്ച് കറന്റ് ഉണ്ടാക്കി. ഓർമ്മണ്ടോ? വൈദ്യുത കാന്തിക പ്രേരണം അല്ലേ? കാന്തം ഉപയോഗിച്ച് നമ്മൾ കറന്റ് ഉണ്ടാക്കി. വൈദ്യുത കാന്തിക പ്രേരണം വെച്ചിട്ട് രണ്ട് കാന്തവും ഒരു കമ്പിച്ചുരുളും ഉണ്ടെങ്കിൽ കറന്റ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ച് വൈദ്യുതിയിൽ നിന്ന് കാന്തശക്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് ഈ സംഭവം, ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഷുവറാണ്. അതിന്റെ ചാപ്റ്ററിന്റെ പേരിനെ തന്നെയാണ് വൈദ്യുത കാന്തിക ഫലം. വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറഞ്ഞാൽ വൈദ്യുതിയിൽ നിന്ന് കാന്തശക്തി ഉണ്ടാക്കിയെടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കറണ്ടിൽ നിന്ന് കാന്തം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാ പഠിക്കണത്. ഓക്കെ, അതിൽ കുറെ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കില്. ഒരു ബാർ കാന്തത്തിന്റെ ചിത്രവും ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തമണ്ഡലത്തിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. കണ്ട? ഒരു ബാർ കാന്തത്തിന്റെ ചിത്രമുണ്ട്, സാധാരണ ഒരു കാന്തം. ബാർ കാന്തം പറഞ്ഞാൽ സാധാരണ ഒരു കാന്തം, സ്ഥിരകാന്താണ്. മറ്റൊരു സോളിനോയിഡാണ്. സോളിനോയിഡിന് ചുറ്റുമുള്ള ഒരു കാന്തിക മണ്ഡലവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് തമ്മിലുള്ള സാമ്യതകൾ എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കും. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി, ഒന്ന് കാന്തങ്ങളുടെ ചിത്രം മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഒരു കാന്തിക മണ്ഡലം മനസ്സിലാക്കി വെക്കുക. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു വെക്കേണ്ടത്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം, ഒരു ചെമ്പ് കമ്പി AB എന്ന് പറയുന്ന ഒരു ചെമ്പ് കമ്പിയാണ്. AB എന്ന് പറയുന്ന ഒരു ചെമ്പ് കമ്പി, ഇതൊരു ചെമ്പ് കമ്പിയാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം അഥവാ കറണ്ട് കടത്തിവിടുന്ന സാധനം. അതിലൂടെ കറണ്ട് ഞാൻ Aയിൽ നിന്ന് Bയിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ ഈ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നു. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ പോയിന്റ് ആണ്. നമുക്ക് മൂന്നാം ചാപ്റ്ററിലൊക്കെ എപ്പോഴും ആവശ്യമുള്ള പോയിന്റ് ആയിരുന്നു അല്ലെ. ഒരു ചാലകത്തിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ അതിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവും? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നു. അഥവാ ഈ AB-യിലേക്ക് കറണ്ട് കൊടുത്താൽ ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നു. ഈ സോളിനോയിഡിന് ചുറ്റും എന്തായിരിക്കും? ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഇതിപ്പോ ഞാൻ നിങ്ങളോടും പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞു നിൽക്കുകയാണ്. ഒരു കറണ്ട് കമ്പിമൂടെ കറണ്ട് കൊടുത്താൽ കമ്പിനെ ചുറ്റുന്നുണ്ടാവും കാന്തിക മണ്ഡലം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അത് വെറുതെ ഒരു സാധനം വെറുതെ ഫിസിക്സിൽ എന്ത് ചെയ്യൂല, അങ്ങനെ പറഞ്ഞാലും വിശ്വസിക്കൂല. അപ്പൊ എന്ത് വേണം? അത് പ്രൂവ് ചെയ്യണം അല്ലേ? ഒരു എക്സ്പെരിമെന്റിലൂടെ, ഒരു പരീക്ഷണത്തിലൂടെ എന്ത് സാധനം, പുതിയൊരു തത്വം പഠിക്കുകയാണെങ്കിലും, ഏത് പ്രിൻസിപ്പിൾ പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു ആശയം, ഒരു കൺസെപ്റ്റ് പഠിക്കുകയും അത് എന്ത് ചെയ്യണം? വ്യക്തമായ തെളിവുകളോടെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ഹീസ്റ്റഡ്, അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, ചിത്രമൊക്കെ ഉണ്ടാവും. അപ്പുറത്തെ രണ്ടാമത്തെ പേജിൽ ചിത്രമൊക്കെ ഉണ്ടാവും. ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. എന്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു കണ്ടക്ടറിലൂടെ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹീസ്റ്റഡ് അഥവാ ക്രിസ്ത്യൻ ഹീസ്റ്റഡ്, ഫുൾ പേര് വെച്ചാൽ ക്രിസ്ത്യൻ ഹീസ്റ്റഡ്, ഒരു പരീക്ഷണം നടത്തി. വളരെ സിമ്പിൾ പരീക്ഷണമാണ്. അതിൽ ചിത്രം കണ്ട, രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്. താഴെ ആ രണ്ടാമത്തെ പേജ് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു സർക്യൂട്ട് ഉണ്ട്, ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, Aയിൽ നിന്ന് ഇങ്ങനെ കറണ്ട് കൊടുക്കുന്ന സാധനം കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ഇവിടെ AB എന്ന് പറഞ്ഞാൽ ഇതൊരു ചാലകമാണ് കേട്ടോ. AB എന്ന് പറഞ്ഞ ചാലകം. ഇത് ഫസ്റ്റ് ചിത്രം പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? നോക്കിക്കോ, ഒരു സർക്യൂട്ട് എടുത്തു, അഥവാ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ഇതാ ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്. Aയിൽ നിന്ന് Bയിലേക്ക് കറണ്ട് പോകുന്നുണ്ട്. കാരണം കറണ്ട് ഇങ്ങനെ പോവാ, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കറണ്ട് പോവാ. ഒരു സർക്യൂട്ട് എടുത്തു, അതിന്റെ നേരെ താഴെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെയാണ് കോമ്പസ് എന്ന് പറയാം, കാന്തസൂചി എന്ന് പറയും. നമ്മൾ വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറയില്ലേ? വടക്ക് നോക്കി യന്ത്രം, കാന്തസൂചി എന്ന് പറയില്ല, കോമ്പസ്. സാധാരണ ഇതിനുള്ള കോമ്പസ് അല്ല. കോമ്പസ് എന്ന് പറഞ്ഞാൽ വടക്ക് നോക്കി യന്ത്രം. നമ്മൾ തെക്ക് വടക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എവിടെ നോക്കി നിൽക്കും?
എപ്പോഴും വടക്ക് നോക്കി യന്ത്രം തന്നെ വടക്കിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കൂലേ? അറിയില്ലേ? കോമ്പസിനെ പറ്റി കേട്ടില്ല. കാന്തസൂചി എന്താണെന്ന് അറിയില്ലേ? ആ സാധനത്തിന്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ഒരു ഭാഗം, അതിന്റെ വടക്ക് ഭാഗം, അതിലുണ്ടാവുന്ന ഒരു സൂചി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ സൂചി ഉണ്ടാവും. അതെപ്പോഴും വടക്കോട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, വടക്കോട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം എന്താ? അതിന്റെ ഉള്ളിൽ ആ സൂചി എന്ന് പറയുന്നത് ഒരു കാന്തമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സൂചി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാന്തമാണ്. കാന്തത്തിന്റെ പ്രത്യേകത എന്താ? കാന്തത്തെ വെറുതെ തൂക്കിയിട്ടാൽ, ഇങ്ങനെ ജസ്റ്റ് ഒരു നൂലുമ കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടാൽ എപ്പോഴും ഒരേ ദിശയിലേ നിൽക്കുള്ളൂ, തെക്ക് വടക്ക് ദിശയിലേ നിൽക്കുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 6ാം ക്ലാസ് പഠിച്ചല്ലേ? കാന്തത്തെ വെറുതെ ഒരു നൂലും അങ്ങനെ കെട്ടി തൂക്കി നിട്ടാല് അത് എപ്പോഴും ഒരേ ദിശയിലേ നിൽക്കുള്ളൂ, വേറെ ഒരൊറ്റ ദിശ ഉണ്ടാവുള്ളൂ. അത് ഏതെങ്കിലും തെക്ക് വടക്ക് ദിശയായിരിക്കാം, തെക്ക് വടക്ക് ദിശയിലേ നിൽക്കുള്ളൂ. കാരണം ഈ കാന്തത്തിന്റെ നോർത്ത് പോള് ഈ ഭൂമിയുടെ നോർത്തിനെ അഥവാ ഉത്തര ധ്രുവത്തിന് നേരേക്കാരം നിൽക്കുക എപ്പോഴും. അപ്പൊ ആ കാന്ത സൂചി ഇല്ലേ, കോമ്പസിന്റെ ഉള്ളില് ആ സൂചി എന്ന് പറയുന്ന ഒരു കാന്താണ്. ആ സൂചി ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാണ്. അതുകൊണ്ട് എപ്പോഴും എവിടെ നിൽക്കുള്ളൂ? അത് വടക്കോട്ട് നോക്കിയിട്ടേ നിൽക്കുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ആ കോമ്പസിനുള്ളിൽ ഒരു കാന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. കാന്ത സൂചിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ ഒരു കാന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? ഇനി നമ്മൾ പരീക്ഷണം ആരംഭിക്കുകയാണ്. നമ്മളിവിടെ സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടു. സ്വിച്ച് ഇട്ടപ്പോ ഈ എ ബിയിലൂടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നോക്കൂ. ഇങ്ങട്ട് ഈ കാന്തസൂചി ഉണ്ട്, ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചലിക്കണു. അഥവാ ഇത് അപ്രദക്ഷിണ ദിശയാണോ പ്രദക്ഷിണ ദിശയാണോ? 2 തരം ദിശയിലുണ്ട് അല്ലെ? ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങള്. ഘടികാര ദിശ, എതിർ ഘടികാര ദിശ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിവിടെ പ്രദക്ഷിണ ദിശ അപ്രദക്ഷിണ ദിശ എന്ന വാക്ക ഉപയോഗിക്കുക കേട്ടോ. പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ? പ്രദക്ഷിണം എന്ന് പറഞ്ഞാല് ക്ലോക്ക് വൈസ്, ക്ലോക്കിനെ സൂചി ചലിക്കുന്ന പോലെ. അപ്രദക്ഷിണം പറഞ്ഞാൽ എന്താ? നേരെ ഓപ്പോസിറ്റ്, നേരെ തിരിച്ച്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്കിന്റെ സൂചി ഇങ്ങനെ വരൂലേ, 1 2 3 4 5 അങ്ങനെ വരൂലേ? അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെ, ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഥവാ പ്രദക്ഷിണ ദിശ. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ? നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ? ഇതാണ് എന്ത്? ആന്റി ക്ലോക്ക് വൈസ് അഥവാ അപ്രദക്ഷിണ ദിശ എന്ന് പറയുന്നത്. ഇവിടെ ഈ സൂചി, ഈ കാന്ത സൂചി, ഈ കോമ്പസ് ചലിച്ചത് ഏത് രീതിയിലാ? പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ? അപ്രദക്ഷിണ ദിശയിലാണ് ചലിച്ചത് അല്ലെ? അപ്രദക്ഷിണ ദിശയിലാണ് ചലിച്ചത്. അപ്പൊ ശ്രദ്ധിക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കറണ്ട് കൊടുത്തപ്പോ കേൾക്കുന്നില്ലേ? ഒന്ന് ഇറങ്ങിക്കായിരിക്കട്ടാ. ഇവിടെ കറണ്ട് കൊടുത്തപ്പോ ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിച്ചത് കൊണ്ടല്ലേ ഈ കാന്തസൂചി ചലിച്ചത്? വെറുതെ ഒരു കാന്തസൂചി ചലിക്കുവോ? ഒരു കാന്തം വെറുതെ ചലിക്കുവോ? ഇല്ല. അതിന്റെ അടുത്തേക്ക് വേറൊരു കാന്തം വരുമ്പോഴല്ലേ അത് ചലിക്കുള്ളൂ. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഒരു കാന്തത്തിന്റെ അടുത്തേക്ക് മറ്റൊരു കാന്തം വരുമ്പോഴല്ലേ അത് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കറണ്ട്, ഒരു നിശ്ചലമായി വെച്ചിരിക്കുന്ന ഈ ചാലകം, ഈ നിശ്ചലമായി വെച്ചിരിക്കുന്ന ചാലകത്തിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തതിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നു? ഈ സാധനം കൊണ്ടുപോയി വെച്ചപ്പോ ഇതിങ്ങനെ ഈ സൂചി ഇങ്ങനെ ചലിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഇവിടെ എന്തോ ഒരു സാധനം പുതിയതായിട്ട് ഉണ്ടായിക്കണമെന്നല്ലേ? അല്ലേ? കറണ്ട് കൊടുത്തപ്പോ ഇതിന് ചുറ്റും പുതിയ സാധനം ഉണ്ടായിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഇത് വെറുതെ ചലിക്കൂലല്ലോ. ഈ സാധനം കറണ്ട് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ചലിക്കുന്നു, അതിങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കറണ്ട് കൊടുക്കുമ്പോൾ എ ബി എന്ന ചാലകത്തിൽ എന്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്? ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ കാന്തസൂചി വിഭ്രംശിച്ചത്. റെഡി? അപ്പൊ എന്ത് ചെയ്തു? ഇത് ചലിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു കാന്തശക്തി ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പരീക്ഷണം, രണ്ടാമത്തെ ചിത്രം നോക്കുക. നേരെ തിരിച്ചു. ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ, ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. നേരെ തിരിച്ചു. ഇപ്പൊ കറണ്ട് പോണ എങ്ങനെയാ പോണത്? ഇങ്ങനെയാ പോണത്. ബിയിൽ നിന്ന് എയിലേക്കാ പോണത്. ആ സമയത്തുണ്ട് കാന്തസൂചി ചലിക്കുന്നുണ്ട്. കാന്തസൂചി ചലിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം കറണ്ട് പോകുന്നുണ്ട്, വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ കാന്തസൂചിയുടെ ചലനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റമുണ്ട്. നേരത്തെ ചലിച്ച പോലെയാണോ? അല്ല, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചലിച്ചത്. കാന്തസൂചി ചലിക്കുന്നുണ്ട്, അതിന്റെ അർത്ഥം എന്താ? കാന്തശക്തി ഉണ്ടാവുന്നുണ്ട്, അതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ നേരത്തെ എയിൽ നിന്ന് ബിയിലേക്കായപ്പോൾ
കാന്തസൂചിയുടെ ചലനം ഈ ഭാഗത്തേക്കാണ്, അപ്രദക്ഷിണ ദിശയിലായിരുന്നെങ്കിൽ ഇപ്പോ നേരെ തിരിച്ചു കറണ്ട് പോകുമ്പോ അതിന്റെ ദിശ മാറിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഉണ്ടായ കാന്തിക മണ്ഡലം ശരി തന്നെയാണ്, പക്ഷെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിൽ മാറ്റം വന്നിട്ടുണ്ട്. എപ്പോ കറണ്ടിന്റെ ദിശ മാറിയപ്പോൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? ആദ്യം കറണ്ട് ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് കൊടുത്തപ്പോ കാന്തിക മണ്ഡല ദിശ അപ്രദക്ഷിണ ദിശയിലും, പിന്നെ ബിയിൽ നിന്ന് എയിലേക്ക് കൊടുത്തപ്പോ കാന്തിക മണ്ഡല ദിശ പ്രദക്ഷിണ ദിശയിലുമാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒന്നാമത്തെ പോയിന്റ് എന്താ? ചാലകത്തിലേക്ക് എ ബി എന്ന് പറയുന്ന ചാലകത്തിലേക്ക് കറണ്ട് കൊടുക്കുമ്പോ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഈ വൈദ്യുതിയുടെ ദിശ മാറുന്നതിനനുസരിച്ച് എന്തിന്റെ ദിശ മാറുന്നുണ്ട്? കാന്തിക മണ്ഡലത്തിന്റെ ദിശയും മാറുന്നുണ്ട്. ഇതാണ് രണ്ട് പോയിന്റ്. എന്തിൽ നിന്ന് കിട്ടിയത്? ഈസ്റ്റഡിന്റെ ഈ പരീക്ഷണത്തിൽ നിന്ന്, ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങളാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ അപ്പുറത്തെ പേജിൽ രണ്ട് കോളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് കോളം കൊടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പ്രദക്ഷിണാണോ അപ്രദക്ഷിണമാണോ എന്നൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി ഈ സാധനം ഓക്കെ ഈ കോമ്പസ് നേരെ മുകളിൽ കൊണ്ടുപോയി വെച്ചാല്, ഇപ്പൊ താഴത്ത് വെച്ചിട്ടാണ് ചെയ്തത്, ഇത് മുകളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് ഏത് രീതിയിലായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചിന്തിച്ചിട്ട് അതിന്റെ സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യണം. അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാവും, നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. എടുത്ത് നോക്കിക്കോളി ഇതിൽ പറയുന്നത്. അപ്പൊ ആ കോളം നിങ്ങൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യണം. അതിന്റെ അടിഭാഗത്ത് 35-ാം പേജില് സെക്കൻഡ് ലാസ്റ്റ് പാരാഗ്രാഫ് അണ്ടർലൈൻ ചെയ്തിട്ടോളി. 35-ാമത്തെ പേജിൽ സെക്കൻഡ് ലാസ്റ്റ് പാരാഗ്രാഫ്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ കാന്തിക മണ്ഡലവും കാന്തസൂചിക്കുമുള്ള കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തന ഫലമായാണ് കാന്തസൂചി വിഭ്രംശിക്കുന്നത്. ഓക്കെ, റെഡി? ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ്, ശ്രദ്ധിച്ചോ? രണ്ടാമത്തെ പോയിന്റ്, കറണ്ടിന്റെ ദിശ മാറുമ്പോ എന്തിന്റെ ദിശ മാറുന്നുണ്ട് പറഞ്ഞു? കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറുന്നുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞു കറണ്ടിന്റെ ദിശ എയിൽ നിന്ന് ബിയിലേക്ക് ആവുമ്പോഴും ബിയിൽ നിന്ന് എയിലേക്ക് ആവുമ്പോഴും ഇതിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഒരുപോലെയല്ല. അപ്പൊ നമുക്ക് അതിന്റെ ദിശ കണ്ടുപിടിക്കണ്ടേ? കാന്തിക മണ്ഡലത്തിന്റെ ദിശ അപ്രദക്ഷിണമാണോ പ്രദക്ഷിണമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ദിശ മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലല്ലോ, ദിശ എവിടുക്കാണ് പറയണ്ടേ? പ്രദക്ഷിണാണോ അപ്രദക്ഷിണം? രണ്ട് ഓപ്ഷൻ ഉള്ളൂ, പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ, അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ, ആരാണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് അദ്ദേഹത്തിന്റെ വലത് കൈ പെരുവിരൽ നിയമം. ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ വലതു കൈ പെരുവിരൽ നിയമം എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ, കേൾക്കുന്നുണ്ടാ? ഒരു ചാലകത്തിലൂടെ ഒരു ചെമ്പ് കമ്പിയുടെ കറണ്ട് കടന്നു പോകുമ്പോ അതിനു ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു. ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ അപ്രദക്ഷിണമാണോ പ്രദക്ഷിണമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പേരാണ് മാക്സ്വെല്ലിന്റെ വലതു കൈ പെരുവിരൽ നിയമം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിയമമാണ്. എല്ലാവരും പേന തന്റെ വലത് കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. എല്ലാവരും പേന എടുക്കുക, അത് വലത് കൈയിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക, തള്ളവിരൽ ഇങ്ങനെ മോൾക്കാക്കി പിടിക്കുക. പിടിച്ചോ? പേന എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് ഞാൻ പിടിച്ച പേന എങ്കിൽ അത് ചാലകമായിട്ട് ചെമ്പ് കമ്പിയായിട്ട് ഒരു വൈദ്യുതി കടത്തിവിടുന്ന സാധനമായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ താഴത്തുനിന്ന് എ ബി എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴത്തുനിന്ന് മുകളിലോട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. പെട്ടതാ, ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിന്റെ അടിഭാഗത്ത് മുകൾക്കാണ് കറണ്ട് പോകുന്നതെന്ന് സങ്കല്പിക്കുക. എവിടുന്ന് കേട്ടാ? അടിഭാഗത്ത് മുകൾക്ക്. അപ്പൊ കറണ്ടിന്റെ ദിശ ഈ തള്ളവിരൽ മുകൾക്കല്ലേ പിടിച്ചു നോക്കി നിങ്ങള്, അല്ലെ? ആ കറണ്ടിന്റെ ദിശ എന്തിനെ സൂചിപ്പിക്കുന്നു? തള്ളവിരലാണ് കറണ്ടിന്റെ ദിശ സൂചിപ്പിക്കുന്നത്, മുകൾക്ക്. കണ്ടോ? അപ്പൊ മുകൾക്ക് ചൂണ്ടിക്കണ കണ്ടോ?
അപ്പൊ ബാക്കി ഇനി എത്ര വിരലുണ്ട്? 4 വിരലില്ലേ? 4 വിരല്. ആ ബാക്കി 4 വിരലും എങ്ങനെ നിൽക്ക് നോക്കിയും? ഇങ്ങനെ ചുരുട്ടിയിട്ടാണ്. എങ്ങട്ടാ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ പറയും? ബാക്കി 4 വിരലിന്റെ ദിശ പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ? അപ്രദക്ഷിണമല്ലേ? നിങ്ങൾ ചിന്തിക്ക്. സിമ്പിൾ നിയമാണ്. അപ്രദക്ഷിണമാണോ പ്രദക്ഷിണമാണോ? ഇങ്ങോട്ട് നോക്കി. ഞാൻ ഇതിനെ പിടിച്ചു. ഇതാണ് നമ്മുടെ ചാലകം. ഇതാണ് പിടിച്ചെങ്കിൽ കറണ്ട് പോണ മോൾക്ക്. അപ്പൊ തള്ളവിരൽ മോൾക്ക് പിടിച്ചോ. ബാക്കി 4 വിരലും കണ്ടോ? ഇങ്ങോട്ടാണ്, ഉള്ളിക്കാണ് അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് ഡയറക്ഷൻ. ഇത് പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ? അപ്രദക്ഷിണമല്ലേ? അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നേരെ തിരിച്ചു പിടിച്ച് തള്ളവിരൽ നേരെ താഴത്ത് കുടിക്കും. ഇപ്പൊ കറണ്ട് കൊടുക്ക താഴോട്ട് അല്ലെ? താഴോട്ടാണ് കറണ്ട് അല്ലെ? കറണ്ട് താഴോട്ടാണ്. അപ്പൊ കാന്തികമണ്ഡലത്തിന്റെ ദിശ നോക്കിയും ഈ 4 വിരലിനെ എവിടുക്ക ചുറ്റി നോക്കിയും? പ്രദക്ഷിണമല്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം മനസ്സിലാക്കി വെക്കുക. കറണ്ട് പോകുമ്പോ, കറണ്ടിന്റെ ദിശ മാറുമ്പോ കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നോക്കേ ഇങ്ങനെ വരക്കും. ഇങ്ങനെ വരക്കും. ഇതൊരു ചാലകമാണ്. എ ബി എന്ന് പറയുന്നത് ചാലകമാണ്. ഞാൻ അതിക്ക് കറണ്ട് കൊടുത്തത് എങ്ങനെയാണ്? അപ്പൊ ഇതിനു ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഏതാണ്? പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ എന്നാണ് ചോദ്യം. ഒന്ന് കണ്ടുപിടിച്ചാണ്. ജസ്റ്റ് പിടിക്കുകയും ഇങ്ങനെ പിടിക്ക. ഇവിടുന്ന പോണത് ഇങ്ങോട്ടേ കറണ്ട് പോണത് അല്ലേ? അപ്പൊ നിങ്ങള് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കറത്തിയിട്ടൊക്കെ തന്നിട്ടുണ്ടാവുക. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ നിവർത്തുക, ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച. ഇത് നിങ്ങൾക്ക് കറത്തി ഇങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാച്ചെങ്കിലേ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തിരിച്ച ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അതേമാതിരിയാവും അല്ലേ? ഇതിങ്ങനെ പൊന്തിച്ചാല്. ഇനി അല്ലെങ്കിലും കുഴപ്പമില്ല. പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. എന്നാലും മതി. നോക്കോ, ഇങ്ങനെ പിടിച്ചാ ഇനി ഇതുമ്പോ തന്നെ കിട്ടും. പിടിക്ക. കറണ്ട് അങ്ങട്ടാണ് അല്ലേ? കറണ്ട് അങ്ങട്ടല്ലേ? അല്ലേ? അപ്പൊ കണ്ടോ, ഇത് ഉള്ളിക്കാണ്. അപ്പൊ ഏതാ ദിശ? പ്രദക്ഷിണ അപ്രദക്ഷിണ? അപ്രദക്ഷിണ ദിശയാണ് അല്ലേ? ഇതിലേറെ സിമ്പിൾ നിയമം ഇല്ല കേട്ടോ. വേറെ ഇല്ല. ടെക്സ്റ്റ് ബുക്കിൽ വേറെ നിയമം തന്നെ ഇല്ല. അതിലേറെ സിമ്പിൾ നിയമം വേറെ ഇല്ല. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമമാണെങ്കിലും വലത് കൈ നിയമമാണെങ്കിലും 3 എണ്ണം വരും. ഇതിലാകെ 2 എണ്ണേ ഉള്ളൂ, കറണ്ടും കാന്തിക മണ്ഡലവും. അപ്പൊ കാന്തിക മണ്ഡലത്തെ ദിശ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും കിട്ടുമോ? കറണ്ട് ദിശ കണ്ടുപിടിച്ചാൽ എല്ലാവർക്കും കാന്തിക മണ്ഡലം ദിശ കണ്ടുപിടിച്ചൂടെ? അപ്പോ മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം ഒന്ന് ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ, തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലായിരിക്കും. ശരിയല്ലേ? അതാണ് മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം. ഇനി നോക്കൂ, ഇതേ നിയമം തന്നെ വേറെ രീതിയിലും പറയാൻ പറ്റും. സെയിം സാധനം തന്നെ വേറൊരു നിയമത്തിലും കൂടി പറയാൻ പറ്റും. അതാണ് വലംപിരി സ്ക്രൂ നിയമം എന്നാ പറയാ. സംഭവം തന്നെയാണ്. ഏത് പഠിച്ചാൽ മതി? നിങ്ങൾ ഇപ്പൊ പഠിച്ച സാധനങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. വലംപിരി സ്ക്രൂ നിയമം എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മള് സ്ക്രൂ മുറുക്കൂലേ? സാധാരണ മുറുക്കുന്ന സ്ക്രൂ ഇല്ലേ? അതൊന്നും ഇങ്ങനെ കൈ കൊണ്ട് മുറുക്കി കാണി നോക്കട്ടെ. എങ്ങനെ ടൈറ്റ് ആക്കുക? നമ്മൾ പെൻസിൽ കൂർപ്പിച്ചൂലേ? അതേപോലെ മുറുക്കുക. അപ്പൊ നമ്മൾ തിരിക്കുമ്പോ നോയിക്കോ. തിരിക്കുമ്പോ നമ്മൾ ടൈറ്റ് ആക്കുമ്പോ നമ്മളെ കൈയിന്റെ ദിശ ആന്റി ക്ലോക്ക് വൈസ് ആണോ പറയും? ടൈറ്റ് ആക്കുമ്പോ, മുറുക്കുമ്പോ തിരിയുന്നത് പ്രദക്ഷിണ ദിശയിലാണ് അല്ലെ? പ്രദക്ഷിണ ദിശ അല്ല, ഇങ്ങനെ മുറുക്കി നോക്കി, പ്രദക്ഷിണ ദിശയിലാണ്. അപ്പൊ ഈ സ്ക്രൂ താഴോട്ടാ പോവാ മുകളിലോട്ടാ വരിക? ടൈറ്റ് ആവുമ്പോ സ്ക്രൂ താഴോട്ടാണ്. അതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. താഴോട്ട് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ദിശ പ്രദക്ഷിണ ദിശയിലാണ്. ഇനിയോ, നമ്മൾ ലൂസാക്കുമ്പോ സ്ക്രൂ ഇങ്ങനെ മുകൾക്ക് പൊങ്ങി ഇങ്ങനെ വരും അല്ലേ?
അല്ലേ? തിരിയുന്നതോ? തിരിയുന്നത് അപ്രദക്ഷിണ ദിശയിലല്ലേ? ആ അപ്പൊ ഇത് ആ ഒരു സംഭവം, ഇതും രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി അതൊന്ന് വായിച്ചാ, ഒരു വലംപിരി സ്ക്രൂ അഥവാ വലത്തോട്ട് തിരിയുമ്പോൾ മുറുകുന്ന സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ അഥവാ ടൈറ്റ് ആകുമ്പോൾ താഴത്തേക്കും ഉള്ളിലേക്കും ലൂസ് ആകുമ്പോൾ മുകളിലോട്ട് വരിക. സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കും. മനസ്സിലായോ? സ്ക്രൂ തിരിയുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയും സ്ക്രൂ നീങ്ങുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമല്ലോ. ടൈറ്റ് ആകുമ്പോൾ നമ്മൾ മുറുക്കുമ്പോൾ ഉള്ളിലോട്ടും നീങ്ങും, ലൂസ് ആക്കുമ്പോൾ മുകളിലോട്ടും വരും. ആ നീങ്ങുന്നത് വൈദ്യുതി ദിശയും തിരിയുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയായിരിക്കും. ഏതെങ്കിലും നിങ്ങൾ വലംപിരി സ്ക്രൂ നിയമം പഠിക്കാനില്ല, ഇനി അതിന് പകരമുള്ള നിയമം ഏതാന്ന് ചോദിച്ചാൽ എഴുതിക്കൊണ്ടു. അപ്പോ വലത് കൈ പെരുവിരൽ നിയമം വെച്ചിട്ട് പഠിച്ചാൽ മതി. വലത് കൈ പെരുവിരൽ നിയമം വെച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പൊ എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ മനസ്സിലായോ? മനസ്സിലായോ? ഏത് കാന്തിക മണ്ഡലം തന്നാലും കണ്ടുപിടിക്കോ. എന്നാ ടെക്സ്റ്റ് ബുക്കില് എന്താ 2.4 ചിത്രം വലത് കൈ പെരുവിരൽ നിയമത്തിന്റെ മുകളിലുണ്ട് ഒരു ചട്ടക്കല്ലാസും ഒരു ABCD എന്ന് പറഞ്ഞ ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ട 2.4 ചിത്രം 2.4. അതില് എക്സ് ഭാഗത്തെ എക്സ് എന്നൊരു പോയിന്റ് ഉണ്ടോ? അവിടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ? ഞാൻ ചോദിക്കുന്ന ആള് പറയണം. വരച്ചോക്കെ, അവിടെ വരയ്ക്കും, നിങ്ങൾ എല്ലാവരും വരയ്ക്കും. എക്സ് എന്ന പോയിന്റിലും Y എന്ന പോയിന്റിലും വരച്ചോളിയും. അതിമ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരച്ചോളിയും. അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നിങ്ങൾ കാണിക്കണം. എക്സിലും വൈയിലും കാന്തിക മണ്ഡലത്തിന്റെ ദിശ കറന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറന്റിന്റെ ദിശ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്ന് അറിയാം. അപ്പൊ കറന്റിന്റെ ദിശ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കാണിക്കുക. ജുബിലെ ചെയ്യുന്നില്ല? ജുബിൽ എന്നാ ചെയ്യ്, എളുപ്പം വരക്ക്. ആ ടെക്സ്റ്റ് ബുക്കില് ഒരു ഫിഗർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചട്ടക്കടലാസിന്റെ മുകളിൽ ഇങ്ങനെ ABCD എന്ന് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ AB ഇങ്ങനെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെയല്ലേ? ഇനി റിയോസ്റ്റാറ്റ് ഒന്നും വേണമെന്നൊന്നും ഇല്ല. റിയോസ്റ്റാറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചട്ടക്കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്ന ഈ ഭാഗത്ത് ഇവിടെ ഇതിന്റെ ചിത്രം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. 3 ഡയമെൻഷണൽ ഫിഗർ ആണ്, അത് ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഇതിനുള്ളിലൂടെ പോവാന്ന് അർത്ഥം. ഇതാണ് എക്സ് എന്ന പോയിന്റ്, ഇതാണ്. ഇത് Y എന്ന പോയിന്റ്, ഇതാണ്. ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടാവുക? ടെക്സ്റ്റ് ബുക്കിൽ വരച്ചാൽ മതി. ഓക്കെ, മതി. അത്ര മതി. സംഭവം മനസ്സിലായവർക്ക് അത്ര ഉണ്ടാവും. അത് സമയം വളരെ കൂടുതലാണ്. അപ്പൊ നോക്കിക്കോ, ഇവിടെ ABCD എഴുതിയിട്ടുണ്ട്. ഇവിടെ ABCD നോക്ക്. ഇവിടെ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോണത് അല്ലേ? അപ്പൊ എയിൽ നിന്ന് ഇങ്ങനെ ബിയിലോട്ടാണ് ഇങ്ങനെ കറണ്ട് പോണത്. അപ്പൊ ഇവിടെ കറണ്ട് ദിശ നോക്കൂ, മുകളിലോട്ടാണ് അല്ലേ? മുകളിലോട്ടാണ്. അപ്പൊ പിടിച്ചു നോക്കുക. തള്ളവരെ മുകൾക്ക് പിടിച്ചു. അപ്പൊ എങ്ങനെയാ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങനെയാ? ഇങ്ങനെ ആയിരിക്കും അല്ലേ? പ്രദക്ഷിണാണോ അപ്രദക്ഷിണാണോ? അപ്രദക്ഷിണാണ്. ഇനി കറണ്ട് ഇങ്ങനെ വന്നു, B to C വന്നു, സിയിൽ നിന്ന് ഡിയിലേക്ക് താഴത്തേക്കാണ്. കണ്ടോ? സിയിൽ നിന്ന് ഡിയിലേക്ക് താഴത്തേക്കാണ്. എന്നിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് കറണ്ട് എന്ത് ചെയ്യുക? സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക. അപ്പൊ ഇവിടെ എങ്ങനെയാ പിടിക്കുക? താഴത്തേക്ക് പിടിക്കുന്നത്. അപ്പം കണ്ടോ എങ്ങനെയാ? പ്രദക്ഷിണ ദിശയിൽ അല്ലെ? അപ്രദക്ഷിണ അല്ല, പ്രദക്ഷിണ ദിശയിലായിരിക്കും. കിട്ടിയോ? അത്രേ ഉള്ളൂ. ആ ഭാഗത്ത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റൂട്ടാ. ഇനി അടുത്തത്. അപ്പോ മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം മനസ്സിലായി എന്ന് കരുതുന്നു. എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ? അപ്പൊ 2 പോയിന്റ് 3 പോയിന്റ് ഇപ്പൊ പഠിച്ചു. 3 പോയിന്റ് പഠിച്ചു. ഒന്ന്
എന്താ ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ്, ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ വൈദ്യുത പ്രവാഹദിശ സ്വാധീനിക്കുന്നു. അല്ലെ, വൈദ്യുത പ്രവാഹദിശ മാറുമ്പോ കറണ്ട് കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറുന്നുണ്ട്. അത് പ്രൂവ് ചെയ്ത ഒരാളാണ് ആര്? ക്ലാർക്ക് മാക്സ്വെൽ. മാക്സ്വെല്ലിന്റെ എന്ത് നിയമം വെച്ചിട്ട്? വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ വലംപിരി സ്ക്രൂ നിയമം എന്ന് പറഞ്ഞാലും ശരിയാണ്. റെഡി? എന്നാ ഇനി ഈ സാധനത്തിനെ നോയിക്കോട്ടോ. ഈ സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ചുരുളാക്കി മാറ്റാൻ പോവാണ്. നമ്മുടെ അടിയിൽ ചുരുളായി മാറുന്നുണ്ട് കേട്ടോ, നോയിക്കോളൂ. ഇവിടെ ഒന്നും വേണ്ട, ചുരുളാക്കി മാറ്റാൻ പോവാണ്. ഒരു കമ്പി ചുരുളാക്കി മാറ്റി. നേരത്തെ ഇങ്ങനെയായിരുന്നു അല്ലെ, മുകൾക്ക് താഴത്തേക്ക് എന്ന് പറയായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ. ചെറിയൊരു മിസ്റ്റേക്ക്, ഇവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ഇത് മാത്രമാണ്. ഈ ചാപ്റ്ററിൽ കൺഫ്യൂഷൻ പറയുന്ന ഒരു ഏരിയ ഇത് മാത്രമാണ്. ഒരു കമ്പി ചുരുൾ, ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം നോക്കണേ, ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം നോക്കണം. അതിൽ അടിയത്തെ ഫിഗർ ഞാൻ വരക്കുന്നില്ല, കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് അവിടെ വരക്കാത്തത്. ശ്രദ്ധിച്ചോ? നോയിക്കോ. ഇനി ഞാൻ ചെമ്പ് കമ്പിയെ ഒരു ചുരുളാക്കി മാറ്റി, ഇങ്ങനെ ഒരു സർക്കിൾ ലൂപ്പാക്കി മാറ്റി, ഒരു വൃത്താകൃതിയിലുള്ള ലൂപ്പാക്കി മാറ്റി. ഇനി ഞാൻ കറണ്ട് കൊടുത്തു. ഇവിടെ ഞാൻ കറണ്ട് കൊടുക്കുന്നു വെച്ചോ. ഇവിടെ അങ്ങനെ ജസ്റ്റ് കറണ്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ് ടു ഇങ്ങനെ കറണ്ട് കൊടുക്കുന്നു വെച്ചോ. ഓക്കെ, ഇവിടെ കറണ്ട് പോകുമ്പോ ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ കറണ്ട് പോകുമ്പോ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ കറണ്ട് പോകുമ്പോ ഇങ്ങനെ പോവാ, അല്ലേ? ഇങ്ങനെ ഇങ്ങോട്ടാ പോരാ. ഇവിടെ നമ്മൾ പറയുമ്പോ കറണ്ടിന്റെ ദിശയാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. കറണ്ടിന്റെ ദിശ അപ്രദക്ഷിണ ദിശ എന്നാ പറയാ. ഇത്രയും നേരം പറഞ്ഞത് നമ്മള് കറണ്ട് മുകൾക്ക് താഴത്തേക്ക് എന്നാ പറഞ്ഞേ, അല്ലെ? ഇതൊരു സർക്കുലാർ ലൂപ്പ് ആവുമ്പോ ശ്രദ്ധിച്ചോളൂ. ഒരു എന്താ പറഞ്ഞത്, ടെക്സ്റ്റ് ചിത്രം നോക്കുക. അതില് ആ മറ്റേ ലൂപ്പില് കറണ്ടിന്റെ ദിശ ഉണ്ടോ? അപ്പൊ സർക്കുലർ ലൂപ്പ് ആകുമ്പോൾ ഇവിടെ കറണ്ടിന്റെ ദിശയാണ് എന്ന് പറയുന്നത്. ഇത് അപ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഇതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങനെയായിരിക്കും? പറഞ്ഞാണ് വലത് കൈ പെരുവിരൽ നിയമം വെച്ചിട്ട് പറയും. ആന്റി ക്ലോക്ക് വൈസ് അഥവാ ഇങ്ങനെയായിരിക്കും അല്ലെ? ഇങ്ങനെയായിരിക്കും അല്ലെ? ഇങ്ങനെ ആയിരിക്കൂലേ? ആണോ അല്ലേ? ഇങ്ങനെ പിടിക്കുക മുകൾക്കല്ലേ. ആന്റി ക്ലോക്ക് വൈസ് ആയിക്കോട്ടെ, നമ്മൾ പിടിക്കുന്നത് എന്തായിക്കോട്ടെ, പറച്ചിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ എങ്ങനെയൊക്കെ ആന്റി ക്ലോക്ക് വൈസ് ആണ് വരിക. ആണോ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എങ്ങനെയൊക്കെ വരിക? ഇങ്ങനെയൊക്കെ അല്ലേ? ഇങ്ങനെ വരിക. അപ്പോ ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ, പോയിന്റ് കേട്ടോളൂ. രണ്ടിന് ചിത്രം വരച്ചിട്ടുണ്ട്. കറണ്ടിന്റെ ദിശ ശ്രദ്ധിച്ചോ. കറണ്ടിന്റെ ദിശ ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫോം ചെയ്യുന്ന ഈ കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ നിന്ന് ഈ കോയിലിന്റെ സെന്ററിന്റെ പുറത്തേക്ക് കരം വരിക, നമ്മളടുത്തേക്ക് കരം വരിക, പുറത്തേക്ക്. കണ്ടോ? പുറത്തോട്ടാണ് വരുന്നത്. ഇതിലുണ്ടാവുന്ന ഫോം ചെയ്യുന്ന ഈ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ്. ശ്രദ്ധിക്കണേ. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയാലുള്ളൂ ഈ ചാപ്റ്റർ, ഈ ഒരു ഭാഗം മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. സർക്കുലർ ലൂപ്പിൽ ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഒറ്റ പോയിന്റ് ആണ് പഠിക്കേണ്ടത്. ഇവിടെ കണ്ടോ, കറണ്ടിന്റെ ദിശ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അഥവാ അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പറയുന്നത് ഈ സെന്ററിൽ നിന്ന് മധ്യഭാഗത്ത് നിന്ന് പുറത്തോട്ടായിരിക്കും അല്ലെ? ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേൾക്കാറ് ഉണ്ടാവുക. ആണോ അല്ലേ? അല്ല, പുറത്തേക്കല്ലേ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കല്ലേ കാണിക്കുന്നത്. നോക്കൂ, അതിന്റെ കാന്തിക മണ്ഡല ദിശ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകണമായിരിക്കല്ലേ?
ആണ്. ഇന്ന് നോക്കിക്കോട്ടോ, ഇനി നേരെ തിരിച്ച് ഞാനിവിടെ കറണ്ട് ദിശ മാറ്റി. ഇനിയോ ഇപ്പൊ കറണ്ട് എങ്ങനെ പോണത്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? കറണ്ട് ഇങ്ങനെ പോണത് അങ്ങനെ പോണത് അല്ലേ? അപ്പൊ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ, അഥവാ പ്രദക്ഷിണ ദിശയിലല്ലേ? അപ്പൊ ഇതിന് ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങനെയാ? പ്രദക്ഷിണാണ്. അപ്പൊ കണ്ടോ, ഇത് സെൻട്രിക്കല്ലേ പോണ നോക്കിയും, സെൻട്രിക്കല്ലേ പോണ നോക്കിയും, ആരോ മാർക്ക് നോക്കിയും, അതിന്റെ ഉള്ളിലേക്കല്ലേ പോണത്, അതിന്റെ ഉള്ളിലേക്കല്ലേ, ഈ കോയിലിന്റെ ഉള്ളിലേക്കല്ലേ, ഉള്ളിലോട്ടാണ്. ഇവിടെ ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ കറണ്ട് താഴത്ത് കയറുന്നത് ഇവിടെ കണ്ടുപിടിച്ചേ. അപ്പോഴും എങ്ങനെയാണ്? ഉള്ളിക്ക് തന്നെ അല്ലേ, ഉള്ളിക്ക് തന്നെ അല്ലേ? ഇങ്ങനെ ഉള്ളിക്കാണ് കറണ്ട് എന്ത് ചെയ്യുക, കാന്തിക മണ്ഡലത്തിന്റെ ദിശ പോവുക. ഓക്കെ, ഇനിയാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സംഭവം വായിക്കേണ്ടത്. എവിടെ അറിയോ? 37-ാമത്തെ പേജില് 2 ക്വസ്റ്റ്യന് ശേഷം കമ്പിച്ചുറ്റുകളിലെ വൈദ്യുത പ്രവാഹം, ആ സാധനം കണ്ടോ? കമ്പിച്ചുറ്റുകളിലെ വൈദ്യുത പ്രവാഹം 37-ാം പേജില് കമ്പിച്ചുറ്റുകളിലെ വൈദ്യുത പ്രവാഹം എന്ന പോയിന്റ് കണ്ടോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ഇട്ടോ എന്നാ കേട്ടോളൂ. ആ പോയിന്റ് ഞാൻ വായിക്കാം. കമ്പിച്ചുറ്റുകളിലെ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, നോക്കിക്കോളൂ കേട്ടോ. നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് പ്രദക്ഷിണ ദിശയിലാണ്, സോറി ഇപ്പൊ കാണിച്ചത് ലാസ്റ്റ് കാണിച്ചത് കേട്ടോ. കമ്പിച്ചുറ്റുകളിലെ വൈദ്യുത പ്രവാഹം കണ്ടോ? വൈദ്യുത പ്രവാഹം ഏത് ദിശയിലാ? പ്രദക്ഷിണ ദിശയിലാണ്. കറണ്ടാണ് ഇവിടെ പ്രദക്ഷിണം പറയുന്നത്, ശ്രദ്ധിക്കണേ. അത് ചുറ്റുകളെ ഈ കോയിലാക്കിയത് കൊണ്ടാണ് ഈ പറയണേ, അതാണ് കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കറണ്ടിന്റെ ദിശ എന്താണ്? പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, ഇനി സെന്റൻസ് ചോദിക്കുക, കാന്തിക മണ്ഡല രേഖകളുടെ ദിശ പുറത്ത് നിന്ന് ഉള്ളിലോട്ടായിരിക്കും. കണ്ടോ? കാന്തിക മണ്ഡലത്തിന്റെ ദിശ പുറത്ത് നിന്ന് ചുറ്റിനുള്ളിലേക്കായിരിക്കും. അതാണ് ഈ കാണുന്നത്. ഇതാണ് കറണ്ട് വരുന്നു, കറണ്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ കാന്തിക മണ്ഡല ദിശ ഉണ്ടോ? ഉള്ളിലോട്ടാണ്, പുറത്തുനിന്ന് ഉള്ളിലേക്കാ ഉണ്ടാവുക, ആ കോയിലിന്റെ ഉള്ളിലേക്കാ ഉണ്ടാവുക. രണ്ടാമത്തത്, എന്നാൽ വൈദ്യുത പ്രവാഹം അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് കാണിച്ചത് അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, നേരെ തിരിച്ചാണ് കറണ്ട് പോകുന്നതെങ്കിൽ, സെന്റൻസ് വായിക്കുകയും, കാന്തിക മണ്ഡല രേഖ ചുറ്റിനുള്ളിൽ നിന്നും പുറത്തോട്ടായിരിക്കും. നേരത്തെ വരച്ച ഓർമ്മല്ലേ? ഉള്ളിൽ നിന്ന് പുറത്ത് കേൾക്കാരൻ പറഞ്ഞല്ലേ, ഉള്ളിൽ നിന്ന് പുറത്ത് കേൾക്കാരെന്ന്. ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പ് വരെ പറഞ്ഞ എന്താ അറിയോ? കാന്തിക മണ്ഡലമാണ് അപ്രദക്ഷിണം പ്രദക്ഷിണം എന്ന് പറഞ്ഞത് അല്ലെ? കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ് അപ്രദക്ഷിണം പ്രദക്ഷിണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞത് കറണ്ടിന്റെ ദിശയാണ് പ്രദക്ഷിണം അപ്രദക്ഷിണം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള കാരണം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഇത് ചുരുളാക്കി മാറ്റിയതാണ്. കമ്പിച്ചുരുളാണ്. അപ്പൊ കമ്പിച്ചുരുളാകുമ്പോൾ ഒരു ചുറ്റുപോലെ കാണണം, ഇങ്ങനെ ചുറ്റുകളല്ലേ, ഇങ്ങനെ ചുറ്റല്ലേ. അപ്പൊ അതിന്റെ കറണ്ട് ദിശ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? താഴത്തുനിന്ന് മോൾക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇതിലൂടെ കറണ്ട് പോകുമ്പോ നോക്ക്, ഇതിലൂടെ കറണ്ട് പോകുമ്പോ ഇതിനകത്തെ കറണ്ട് താഴത്തുനിന്ന് മോൾക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് ചുറ്റിങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോകുമ്പോഴാ ഇത് ദിശയിലാണെന്ന് പറയാൻ പറ്റുള്ളൂ, അപ്രദക്ഷിണ ദിശയിൽ. കാരണം ഇങ്ങനെയാണ്, ചുറ്റുകളിലൂടെയാണ്, ഓരോ ചുറ്റിലൂടെയാണ് കറണ്ട് പോകുന്നത്. അപ്പൊ അത് പ്രദക്ഷിണ അപ്രദക്ഷിണ കറണ്ട് ദിശ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൺഫ്യൂഷൻ വരാനുണ്ടാവുക. നിങ്ങളിപ്പോ ഞാൻ ഈ പറഞ്ഞ ആ നോട്ട് ചെയ്ത് വെച്ച പോയിന്റ് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഒരു ചുറ്റിൽ ഇങ്ങനെയാണ്, ഒരു കമ്പിച്ചുള്ളിലേക്ക് കറണ്ട് കൊടുക്കുമ്പോ അതിന്റെ ദിശ കറണ്ട് ദിശ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്തായിരിക്കും? ചുറ്റിനുള്ളിലേക്കായിരിക്കും. എന്തെന്നെയാ നിയമം? വലത് കൈ പെരുവിരൽ നിയമം തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടെ വലത് കൈ പെരുവിരൽ നിയമം അല്ല ഉപയോഗിച്ചത്. നോക്കൂ, ഇതാ മുകൾക്ക് കണ്ടോ? മുകൾക്കാവുമ്പോ ഉള്ളിലോട്ട് എന്ന രീതിയിൽ പഠിക്കതാ. ഇങ്ങനെ ഉള്ളിലോട്ട് ഇതന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. റെഡി? അപ്പൊ എന്ത് പറഞ്ഞു? ചുറ്റുകളുടെ കാര്യവും പറഞ്ഞു. ഒരു സോളിനോന്റെ ചുറ്റിന് രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിന്റെ സംഭവം പറഞ്ഞു.
ഇനി ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോ കാന്തശക്തി കൂടുമോ കുറയുമോ? നമ്മളിപ്പോ 3-ാം ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. 3-ാം ചാപ്റ്ററിലൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പഠിച്ചത് ഓർമ്മ ഉണ്ടോ? എന്താ പോയിന്റ്? സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോ കാന്തശക്തി കൂടുന്നു, വൈദ്യുതപ്രവാഹ തീവ്രത കൂടുന്നു, അഥവാ ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത EMF കൂടുന്നു എന്ന് പഠിച്ചു. അതിന്റെ കാരണം ഇതാണ്, ഈ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിനു ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന് ശക്തിയും കൂടും. അതിനു ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന് ശക്തിയും കൂടും. അഥവാ കേട്ടോ, നോയിക്കോ, ഇതൊരു സോളിനോയിഡിന്റെ ഒരു ചുറ്റ്. ഓക്കെ, ഒരു സോളിനോയിഡിന്റെ ചുറ്റ്. ഇതിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ, ഇതിലേക്ക് ഞാൻ കറണ്ട് കൊടുത്തു, ഇതിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും, ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇതിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടി, ചുറ്റുകളുടെ എണ്ണം 2 ആക്കി. അപ്പൊ എന്ത് ചെയ്യും? ഇതിന് ചുറ്റും ഉണ്ടായിരിക്കും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച കാണിക്കുക, പക്ഷെ ഓരോ ചുറ്റിനും എന്തുണ്ടായിരിക്കും? കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോ എന്ത് ചെയ്യും? കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയും വർദ്ധിക്കും, കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയും കൂടും. അപ്പൊ കാന്തശക്തി കൂട്ടാനുള്ള മാർഗം എന്താ? ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. എത്ര ചുറ്റുകളുടെ എണ്ണം ഉണ്ടോ അത്ര അധികം എന്ത് ചെയ്യും? കാന്തശക്തി, നമുക്ക് കാന്തിക ഫ്ലക്സ് നമുക്ക് കൂട്ടാൻ പറ്റും. വേറൊന്നും കൂടി ഉണ്ട്, കറണ്ട് കൂട്ടിയാൽ മതി. കറണ്ട് രണ്ടാമത്തെ ഫാക്ടറാണ് എന്ത്? വൈദ്യുതിയുടെ അളവ് കൂട്ടിയാൽ മതി. കുറച്ചും കൂടി കറണ്ട് കൂട്ടി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാന്തശക്തി കൂട്ടാൻ പറ്റും. നേരെ പേജ് മറിക്കുകയും 38-ാമത്തെ പേജ് എടുക്കുകയും 38-ാമത്തെ പേജില് മുകളിൽ നിന്ന് മൂന്നാമത്തെ പാരഗ്രാഫ് എന്താണ് പറഞ്ഞത്? വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിലെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു. അഥവാ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോഴും അതിക്ക് കൊടുക്കുന്ന കറണ്ട് കൂട്ടിയാലും കാന്തശക്തി കൂട്ടാൻ പറ്റുന്നേ. അപ്പൊ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങള് ഒന്ന് ചുറ്റുകളുടെ എണ്ണം, രണ്ടാമത്തത് വൈദ്യുത പ്രവാഹ തീവ്രത, കറണ്ട്. റെഡി? ഓക്കെ ആണോ? അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ്. അപ്പൊ ഏകദേശം ചാപ്റ്ററിന്റെ പകുതിയോട് അടുത്തു. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഇത്ര ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ അതിൽ പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ നമുക്ക് എക്സ്പെരിമെന്റിലൂടെ ഒക്കെ പഠിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്ത കുറേ സാധനങ്ങളാണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് 3-4 പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നമുക്ക് എക്സാമിന് ചോദ്യം വരുന്ന രീതിയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. കേൾക്കുന്നുണ്ടോ? ഒന്നാമത്തെ പോയിന്റ് എന്താ? ഫസ്റ്റ് പഠിച്ച ഒന്നാമത്തെ പോയിന്റ്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും എന്തുണ്ടായിരിക്കും? കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. ഒന്ന്, കേട്ടാ? 2, ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ അതിലൂടെ പോകുന്ന കറണ്ടിന്റെ ദിശയെ സ്വാധീനിക്കുന്നു. അല്ലെ? കറണ്ടിന്റെ ദിശ മാറിയപ്പോ കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറിയില്ലേ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, അഥവാ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാവുന്നു എന്ന് പറയുന്ന പോയിന്റിനെ അത് പ്രൂവ് ചെയ്തതാണ് ആര്? ഈസ്റ്റഡ്. അല്ലെ? ഈസ്റ്റഡിന്റെ പരീക്ഷണം. ഫസ്റ്റ് നമ്മൾ ആ ഒരു കോമ്പസ് ഒക്കെ വെച്ചിട്ട് കാന്തസൂചിയൊക്കെ വെച്ചിട്ട് കാന്തസൂചി ചലിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിച്ചു എന്ന് പറഞ്ഞില്ലേ? അത് ഈസ്റ്റഡിന്റെ പരീക്ഷണം. പിന്നെ നമ്മൾ എന്താണ്? കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആര് എന്ത് കൊണ്ടുവന്നു? മാക്സ്വെല് ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് മാക്സ്വെല്ലിന്റെ വലതു കൈ പെരുവിരൽ നിയമം, അല്ലെങ്കിൽ വലംപിരി സ്ക്രൂ നിയമം എന്ന് പറയും. റെഡി? അതിനുശേഷം നമ്മൾ പഠിച്ചു, ഒരു സർക്കുലർ ലൂപ്പിൽ, ഒരു സർക്കുലർ കോയിലിൽ ഒരു കമ്പിച്ചുറ്റിലെ കറണ്ട് കൊടുക്കുമ്പോൾ, ഒരു കമ്പിച്ചുറ്റിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അതിനു ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ പ്രത്യേകത നമ്മളിപ്പോൾ പഠിച്ചു. അത് പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഈ കോയിലിന്റെ ഉള്ളിലേക്കും, അപ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ കോയിലിന് പുറത്തേക്കുമായിരിക്കും കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പഠിച്ചു. റെഡി? എന്നിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ചുറ്റുകളുടെ, ഈ ഒരു കോയിലിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ, അല്ലെങ്കിൽ ശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 2 പോയിന്റാണ് പഠിച്ചത്. ഒന്ന് ചുറ്റുകളുടെ എണ്ണവും, രണ്ടാമത്തത് വൈദ്യുത പ്രവാഹ തീവ്രതയും, കറണ്ടും. ഓക്കെ, ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാലും കറണ്ട് കൂട്ടിയാലും എന്ത് കൂടും? കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടുന്നു. ഇത്രയും കാര്യം ഇപ്പൊ പറഞ്ഞത്. റെഡിയാണോ? ഓക്കെ, എന്നാ ശ്രദ്ധിച്ചു കേട്ടോളൂ.
ഇതാണ് ഇനി ഒരു കമ്പിച്ചുറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കമ്പിച്ചുറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കമ്പിച്ചുറ്റിലേക്ക് കറണ്ട് കൊടുത്താൽ അതിന് ചുറ്റും കാന്തിയമണ്ഡലം ഉണ്ടാവും നമ്മൾ പഠിച്ചില്ലേ? ഒരു കമ്പിച്ചുറ്റിലേക്ക് കറണ്ട് കൊടുത്താൽ അതിന് ചുറ്റും കാന്തിയമണ്ഡലം ഉണ്ടാവും ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഈ ഒരു ആകൃതിക്ക് പറയുന്ന പേരാണ് സർപ്പിൾ ആകൃതി എന്നാ പറയാ. സർപ്പിൾ ആകൃതി. സർപ്പിൾ എന്ന സ്പ്രിങ് പോലെ, സ്പ്രിങ് പോലെ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു കവചിത ചെമ്പ് കമ്പിയാണ്, ഒരു കവചിത ചാലകമാണ് സോളിനോയിഡ് എന്ന് പറയാം. എന്താ പറയാ? സോളിനോയിഡ്. എന്താണ് പറയാ? സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു കവചിത ചാലകമാണ് എന്ത്? സോളിനോയിഡ്. അപ്പൊ സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുത്താൽ അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. എന്ത് രൂപപ്പെടുന്നു? ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. അത് ഇങ്ങനെയായിരിക്കും അതിന്റെ ദിശ. ഇതാണ് കാന്തിക മണ്ഡലത്തിന്റെ ചിത്രം. ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ഫിഗറാണ് ഈ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോ ഇതിലേക്ക്, ഈ സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കുമ്പോ അതിന് ചുറ്റും എന്തുണ്ടാവുന്നു? ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഇതൊന്നും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല, കാരണം 3ാം ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ? പ്രൈമറിയിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ പ്രൈമറിക്ക് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാവുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഒരു സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അതൊരു കാന്തമായിട്ട് മാറുന്നു. ഇതിനെയാണ് വൈദ്യുതകാന്തം എന്ന് പറയാം. എന്ന് പറയാം അല്ലെ? 8ാം 9ാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആണിമേ നമ്മൾ ഇങ്ങനെ ചെമ്പമ്പി ഇങ്ങനെ ചുറ്റിട്ടേ, ഒരു ആണി ചെമ്പമ്പി ചുറ്റിട്ട് ആ ചെമ്പമ്പിമക്ക് കറണ്ട് കൊടുക്കുമ്പോ ആ ആണി ഒരു കാന്തമായി മാറുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കുമ്പോ ആ സോളിനോയിഡ് ഒരു കാന്തമായി മാറുന്നു. ഇതാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. വൈദ്യുത കാന്തം അഥവാ കറണ്ടിൽ നിന്ന് കാന്തശക്തി ഉണ്ടാക്കുന്ന സാധനം വൈദ്യുത കാന്തം. എന്നാലോ സ്ഥിരകാന്തം ഉണ്ടോ? സ്ഥിരകാന്തം ഉണ്ട്. ഇതാണ് സ്ഥിരകാന്തം. ബാർകാന്തം. NS മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ചിത്രം ഇതാണ്. ചിത്രവും ഇത് തന്നെയാണ്. അപ്പോ ഒരു ബാർകാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഇതാണ്. ഒരു വൈദ്യുത കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം, സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയും നമ്മൾ ഒരേപോലെയാണെന്ന് മനസ്സിലാക്കി. രണ്ടും ഒന്നാണ്. ഒരു ബാർകാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശയും അല്ലെങ്കിൽ കാന്തിക മണ്ഡലവും ഈ സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ ആ സോളിനോയിഡിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലവും തുല്യമാണ്, ഒരേപോലെയാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ബാർ കാന്തത്തിന് ഇവിടെ എസ് ഉണ്ട്, എൻ ഉണ്ട് അല്ലെ? ബാർ കാന്തത്തിന് എന്തുണ്ട്? ഉത്തര ധ്രുവം ഉണ്ടായിരിക്കും, ദക്ഷിണ ധ്രുവം ഉണ്ടായിരിക്കും അല്ലേ? കാന്തത്തിന് ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇതിനും വേണ്ടേ? ഈ സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ സോളിനോയിഡ് കാന്തായി മാറിയിരിക്കണല്ലോ. അപ്പൊ ആ സോളിനോയിഡിനും ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും വേണം. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കുക? ഇതിന്റെ ഉത്തര ധ്രുവം ഏതാ, ദക്ഷിണ ധ്രുവം ഏതാ, എങ്ങനെയാ മനസ്സിലാക്കുക? ബാർകാന്തത്തിന്റെ സുഖം മനസ്സിലാക്കാന്, കാരണം അയിമത്തന്നെ ഉണ്ടാവും, എസ് എന്നും എഴുതിയിട്ടുണ്ടാവും. ബാർകാന്തമ്മ തന്നെ ഒരു കുത്തോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പുള്ളി ഉണ്ടാവും. ആ വെള്ളപ്പുള്ളി ഉണ്ടെങ്കിൽ അതാണ് നോർത്ത് എന്ന് മനസ്സിലാക്കി വെക്കുക. ബാർകാന്തത്തുമ്മക്ക് അമ്മക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുത്ത് സോളിനോയിഡിനെ ഒരു കാന്തമാക്കി മാറ്റുമ്പോ അതിന്റെ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടോ? എന്നാ കേട്ടോളൂ. ഇങ്ങനെ ചിത്രം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഇങ്ങനെ ഒരു ഫിഗർ ഇങ്ങനെ കൊടുത്തിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ രണ്ട് ചിത്രം ഉണ്ട്. ഇപ്പൊ തൽക്കാലം പോയി ഇത് മനസ്സിലാക്കി വെക്കുക. നമ്മള് സോളിനോയിഡ് നമ്മളിങ്ങനെ കൈ പിടിച്ചു. അതപ്പോ സോളിനോയിഡ് ചുറ്റുകൾ ഒരു സ്പ്രിങ് പോലത്തെ സാധനമാണല്ലോ സോളിനോയിഡ് എന്ന് പറഞ്ഞാല്. അതില് കറണ്ട് കൊടുക്കുമ്പോ അത് നമ്മൾ നോക്കുന്ന ഭാഗത്ത് കറണ്ട് പോകുന്നത് ഈ ദിശയിലാണെങ്കിൽ, പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, നമ്മളിങ്ങനെ മുഖത്തോട് പിടിച്ചു നിൽക്കുന്ന സോളിനോയിഡ് കറണ്ട് കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ കറണ്ട് ഇങ്ങനെ ഈ പ്രദക്ഷിണ ദിശയിലാണ് നമ്മൾ കറണ്ട് കൊടുത്തെങ്കിൽ ഇതേപോലെയാണ് കറണ്ട് കൊടുത്തത് എങ്കിൽ, അപ്പൊ കറണ്ട് പോണത് നോക്കി ഇങ്ങനെയാ പോണത് അല്ലേ? അത് പ്രദക്ഷിണ ദിശയിലല്ലേ? അപ്പൊ അങ്ങനെ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ നോക്കുക, ഇതാണ് കറണ്ട്. ഈ വട്ടം സൂചിപ്പിക്കുന്നത് കറണ്ടിന്റെ ദിശയാണ് കേട്ടോ. ഈ റൗണ്ട് സൂചിപ്പിക്കുന്നത് വൈദ്യുതിയുടെ ദിശയാണ്. അപ്പൊ കറണ്ട് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ധ്രുവം എന്ന് പറയുന്നത് സൗത്ത് പോൾ ആയിരിക്കും.
ഇതിപ്പോ ഇങ്ങനെ ബോർഡുമ്പോൾ പറയുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് അങ്ങനെ പിടിക്കേണ്ടത്. അപ്പൊ തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോ. ഏത് പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഭാഗം പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഭാഗം ഏതായിരിക്കും? ആ ഭാഗം ഏതായിരിക്കും? സൗത്ത് പോൾ. കണ്ടോ വളവുണ്ടോ? ഇനി ഇതിങ്ങനെ ഇതുണ്ടോ? അടിക്ക് എങ്ങോട്ടാണ്? സൗത്ത് പോള്. എങ്ങോട്ടാണ്? പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ധ്രുവം ദക്ഷിണ ധ്രുവമായിരിക്കും. കറണ്ട് കൊടുത്തതേ ഇങ്ങനെയാണെങ്കിൽ ആ ധ്രുവം ദക്ഷിണ ധ്രുവവും. അപ്പൊ ദക്ഷിണ ധ്രുവം കിട്ടിക്കഴിഞ്ഞാൽ ഉത്തര ധ്രുവം കിട്ടൂലേ? ഇത് ഉത്തര ധ്രുവം. മനസ്സിലായില്ലേ? ഇനി നേരെ തിരിച്ച് കറണ്ട് പോകുന്നത് നേരെ തിരിച്ചാണെങ്കിൽ, അഥവാ ഈ തിരിച്ചാണെങ്കിൽ നേരെ എന്ത് ചെയ്യും? ആരോ മാർക്ക് ഇങ്ങനെ ഇങ്ങോട്ടാണ്. അപ്പൊ കണ്ടോ കറണ്ട് പോണത് ഇങ്ങനെയാണ്. അഥവാ അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ധ്രുവം ഏതായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ മുന്നിക്ക് പിടിക്കുന്നത്, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുന്നത്, ഈ ബോർഡുമ്മ വരക്കുമ്പോൾ അത് ശരിയായി മനസ്സിലാവൂല. നമ്മൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് കറണ്ട് കൊടുക്കുന്ന ഭാഗം ഇങ്ങോട്ടാണ് കറണ്ട് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ പിടിക്കും. എല്ലാവരും സോളിനോട് പിടിക്കുന്ന വിരലുകൾ പിടിക്കും. പിടിച്ചോ. എന്നിട്ട് നമ്മൾ കറണ്ട് കൊടുക്കുന്നത് പ്രദക്ഷിണ ദിശയിലാണെന്ന് വെച്ചോ. പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് കൊടുത്തതെന്ന് വെച്ചോ. നമ്മളെ ചൂണ്ടുവിരൽ ഇപ്പൊ നമ്മളെ മുന്നിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളെ കൺമുന്നില്. നിങ്ങൾ പിടിക്കണം. അപ്പൊ അതില് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, കറണ്ട് ഇങ്ങനെ പ്രദക്ഷിണ ദിശയിലാണ് പോകുന്നതെങ്കിൽ, പ്രദക്ഷിണ ദിശയിലാണ് മനസ്സിലായോ? നേരെ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ, നമ്മൾ ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ആ ദിശ ഏതായിരിക്കും? പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ സൗത്ത് ആയിരിക്കും. ആ ധ്രുവം സൗത്ത് ആയിരിക്കും. അപ്പൊ ഈ ധ്രുവം ഏതായിരിക്കും? നോർത്ത് ആയിരിക്കും. മനസ്സിലായോ? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തരിക. ഇങ്ങനെ ഫിഗർ തരും, ഒരു 3 ഡയമെൻഷണൽ ഫിഗർ തരും. എന്നിട്ട് കറണ്ടിന്റെ ദിശ അപ്രദക്ഷിണ ദിശയിലാണെന്ന് പറയും. കറണ്ടിന്റെ ദിശ അപ്രദക്ഷിണ ദിശയിലാണെന്ന് തരും, അല്ലെങ്കിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്രദക്ഷിണ ദിശയാണ് മനസ്സിലാക്കിയിട്ട് അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ നോർത്താണ്. ആ ധ്രുവം ഏതാണ്? നോർത്താണ്. അപ്പൊ ഈ ഫിഗർ മനസ്സിൽ വരണമെന്ന്, ആ 2 ഫിഗറും മനസ്സിൽ വരണം. പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ സോളിനോയിഡിന്റെ ധ്രുവം ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്ത് കണ്ടുപിടിക്കാൻ പറ്റിപ്പോ? ബാർകാന്തത്തിന്റെ മാത്രല്ല സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുത്ത് അതൊരു കാന്തമാക്കി മാറ്റുമ്പോൾ അതിന്റെ ധ്രുവവും കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അത് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണിത്. കറണ്ട് പോണ നോക്കിയാൽ മതി. കറണ്ട് പോണതിന്റെ ആ പ്രദക്ഷിണമാണെങ്കിൽ ആ ധ്രുവം സൗത്തും, അപ്രദക്ഷിണമാണെങ്കിൽ ആ ധ്രുവം നോർത്തുമാണ്. കറണ്ട് പോകുന്ന ദിശക്കനുസരിച്ച് അതിന്റെ ധ്രുവത മാറുന്നുണ്ട്. അപ്പോ അതും കിട്ടി. ഇനി 2 കോളം കൊടുത്തിട്ടുണ്ട്. ബാർകാന്തം സോളിനോയിഡ് 2 കോളം കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്? കാന്തശക്തി സ്ഥിരമാണ്, മറ്റൊരു കാന്തശക്തി താൽക്കാലികമാണെന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലേ? ബാർകാന്തത്തിന്റെ കാന്തശക്തി നമുക്ക് സ്ഥിരല്ലേ? അത് ഓൾറെഡി ഉള്ളതാണ്. അല്ലേടാ? അല്ലേ? ആ സോളിനോയിഡിന്റെ ബ്രാക്കറ്റില് വൈദ്യുത കാന്തം നിട്ടില്ല കേട്ടോ. സോളിനോയിഡിന്റെ ബ്രാക്കറ്റിൽ വൈദ്യുത കാന്തം നിട്ടില്ല. സോളിനോയിഡിന്റെ ബ്രാക്കറ്റിൽ വൈദ്യുത കാന്തം എഴുതി വെച്ചില്ലേ. അഥവാ സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കുമ്പോഴേ അതൊരു വൈദ്യുത കാന്തമായി മാറുമല്ലോ. മനസ്സിലാൻ വേണ്ടിട്ട് എഴുതി വെച്ചല്ലേ കേട്ടാ. ഓക്കെ. ഇനി അവിടെ പോയിന്റുകൾ എന്താ വെച്ചാല്, കാന്തശക്തി സ്ഥിരമാണെന്നൊരു പോയിന്റ് ഉണ്ട് അല്ലെ. കാന്തശക്തി കൂട്ടാനും കുറക്കാനും പറ്റുമോ സ്ഥിരകാന്തത്തിന്റെ? ഇല്ല. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ചെയ്ത കാന്തശക്തി കൂട്ടാനും കുറക്കാനും പറ്റൂല. എന്നാൽ സോളിനോയിഡിലെ കാന്തശക്തി കൂട്ടാനും കുറക്കാനും പറ്റും. എന്ത് കൂട്ടിയാൽ മതി? ചുറ്റുകളുടെ എണ്ണം. പിന്നെ വൈദ്യുതി
വൈദ്യുതി കൂട്ടുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് കാന്തശക്തി കൂട്ടാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നതിന് ചുറ്റുമുള്ള കാന്തികമണ്ഡലത്തിന് ശക്തി കൂട്ടാൻ പറ്റും. പക്ഷെ ഇതിൻ്റെത് പറ്റൂല. ഇത് തന്നെയാണ്, സ്ഥിരമാണ്, അത് മാറൂല. ഇത് സ്ഥിരമായതുകൊണ്ട് അതിന്റെ കാന്തശക്തി കൂട്ടാനും കുറക്കാനും പറ്റില്ല. പക്ഷെ ഇതിന്റെ കാന്തശക്തി കൂട്ടാനും കുറക്കാനും പറ്റും. ഇതോ, ഇനി ഇതിൻ്റെതോ ഇതിന്റെ നോക്കി എഴുതില്ലേ? ഇനി ബാർകാന്തത്തിന്റെ പോയിന്റ് എന്താ? ബാർകാന്തത്തിന്റെ കാന്തശക്തി കുറെ കാലം ഉപയോഗിച്ചല്ലേ അതിങ്ങനെ കുറഞ്ഞു വരും. സ്ഥിരകാന്തത്തിന്റെ സാധാരണ കാന്തത്തിന്റെ പ്രശ്നമാണ് എന്ത്? കാന്തശക്തി കാലക്രമേണ കുറയുന്നു. കാന്തശക്തി കാലക്രമേണ ക്ഷയിച്ചു വരുന്നു എന്ന് പറയാറുണ്ട്. കാലക്രമേണ അതിന്റെ കാന്തശക്തി എന്ത് ചെയ്യുന്നു? ക്ഷയിച്ചു വരുന്നു. ഇവിടെയോ കാന്തശക്തി കുറയോ? കാന്തശക്തി കുറയോ? ഇല്ല. കറണ്ട് കൊടുക്കുന്ന കാലത്തോളം, എത്ര കാലം നമ്മൾ കറണ്ട് കൊടുക്കുന്നോ ആ കറണ്ട് കൊടുക്കുന്ന സമയം മുഴുവൻ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ കാന്തശക്തി ഒരു കുറവുമില്ലാതെ അതേ അളവ് തന്നെ കിട്ടും. ഇല്ലേ? അപ്പൊ ഈ 3 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ വൈദ്യുതകാന്തത്തിൽ എങ്ങനെ എഴുതിയേക്കാം? കാന്തശക്തി കാലക്രമേണ കുറയുന്നില്ല, മാറ്റമില്ലാതെ തുടരുന്നു. അപ്പൊ 3 പോയിന്റാണ് ഇപ്പൊ പഠിച്ചത് കേട്ടോ. രണ്ടിന്റെയും 3 പോയിന്റ്, അതിന്റെ പ്രത്യേക അതിന്റെ താരതമ്യം ചെയ്യാൻ 3 പോയിന്റ്. ഒന്നെന്താണ്? ഫസ്റ്റ്, ഇത് സ്ഥിരകാന്തമാണ്, ഇത് താൽക്കാലിക കാന്തമാണ്. അല്ലെ? ഇത് താൽക്കാലികല്ലേ? കറണ്ട് കൊടുക്കുമ്പോഴല്ലേ കാന്തശക്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് സോളിനോയിഡ് ആണ്. സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അതൊരു വൈദ്യുതകാന്തമായിട്ട് മാറുക. ദെൻ അടുത്തത്, ഇതിന്റെ കാന്തശക്തി നമുക്ക് കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റൂല. എന്നാൽ ഇതിൻ്റെതോ കാന്തശക്തി കൂട്ടാനും പറ്റും, കുറക്കാനും പറ്റും. എന്ത് കൂട്ടിയാൽ മതി? കറണ്ടിന്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ മതി. മൂന്നാമത്തേതാണ്, ഈ കാന്തത്തിന്റെ ബാർകാന്തത്തിന്റെ കാന്തശക്തി എന്ത് ചെയ്യുന്നു? കാലക്രമേണ അങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരും, ക്ഷയിച്ച് വരും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യൂല? അതിന്റെ കാന്തശക്തിയിൽ മാറ്റമില്ലാതെ തുടരും. കാരണം കറണ്ട് കൊടുക്കുന്ന കാലം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ടാവും? അതേ കറണ്ടിന്, അതേ കാന്തിക മണ്ഡലം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. കാന്തിക മണ്ഡലത്തിൽ എന്ത് ചെയ്യൂല? കുറവുണ്ടാവൂല. റെഡി? ഓക്കെ. ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തി. ലാസ്റ്റ് ഭാഗം എത്ര സമയം നോക്ക്? സമയം എത്രയാ നോക്ക്? 9 മണി. ഓക്കെ. ഇനി നോക്കി അടുത്ത ഹെഡിങ് എന്താ? വൈദ്യുതിയുടെ കാന്തിക ഫലത്തിന്റെ ഉപയോഗം. അപ്പൊ കേൾക്കും, ഇപ്പൊ നമ്മൾ എന്താക്കി? കറണ്ടിൽ നിന്ന് കാന്തിക ശക്തി ഉണ്ടാക്കിയെടുത്തില്ലേ? കറണ്ട് കൊടുക്കുമ്പോ കാന്തിക മണ്ഡലം ഉണ്ടാവുന്നു പറഞ്ഞതിന് അർത്ഥം എന്താ? വൈദ്യുതോർജം കാന്തിക ഊർജമായി മാറുന്നുണ്ട് അല്ലേ? മാറിയില്ലേ? ഇപ്പൊ എന്തിനാ നമ്മൾ പഠിച്ചത്? കറണ്ട് നമുക്ക് കാന്തശക്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ? അങ്ങനെ ആ കാന്തശക്തി ഉണ്ടാക്കിയെടുത്തത് എന്തിനാ? എന്തൊരു ഉപയോഗം വേണ്ടപ്പത്തിനൊക്കെ? എന്താപ്പത്തിനൊക്കെ ഉപയോഗം? കാന്തശക്തി ഇപ്പൊ കറണ്ട് വന്ന് കാന്തശക്തി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമുക്ക് എന്താ ഉപയോഗം ഉള്ളതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് മക്കളെ ഫസ്റ്റ് പേജിൽ നോക്കിയും മാർക്കിംഗ് എടുപ്പത്തേക്ക്. ഒന്നാമത്തെ പേജാണ് എടുക്കും. ഒന്നാമത്തെ പേജ്. അതിലൊരു കുട്ടി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട്. കണ്ട ഒരു കുട്ടി എന്താ ചോദിക്കണേ? എന്താ ചോദിച്ചത്? ഈ മോട്ടോറിലും ഫാനിലും എല്ലാം ഇത്രയധികം കമ്പിച്ചുള്ളുകൾ എന്തിനാണാവോ? അപ്പൊ അവ കാന്തശക്തി വർദ്ധിപ്പിക്കാനാണ്. അപ്പൊ ഈ മോട്ടോറിലും മിക്സിയിലൊക്കെ എന്ത് കാന്തശക്തി എന്തിനാ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ കേട്ടോളൂ, ഇതിന്റെ ഉപയോഗം തന്നെ അതാണ്. ഈ കറണ്ട് കൊടുത്തിട്ട് കാന്തശക്തി ഉണ്ടാക്കിയെടുക്കുന്ന യൂസ് എന്ന് ചോദിച്ചാല് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫാന് ഈ തത്വം വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. തത്വം നമ്മൾ പറയാൻ പോണുള്ളൂ. ഫാന്, മിക്സി, ഈ എന്താ കുറെ കമ്പിച്ചുള്ള സാധനം കണ്ടില്ല നിങ്ങൾ? കുറെ കമ്പിച്ചുള്ളുകൾ ഇതിൽ കണ്ടില്ല? ഉപകരണങ്ങളിലെ കാണുന്നുണ്ടാവും. അങ്ങനെ വരുന്ന സാധനങ്ങളിലൊക്കെ, ഇലക്ട്രിക് ബെല്ല്, ഈ സാധനങ്ങളിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ പറയപ്പെട്ട സംഭവമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇനി ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇതിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ വൈദ്യുതി കൊടുത്തിട്ട് കാന്തശക്തി ഉണ്ടാക്കിയെടുക്കുന്ന ഉപയോഗങ്ങളാണ് പറയുന്നത്. അപ്പൊ ആ ഉപയോഗത്തിന് മുമ്പ് ശ്രദ്ധിച്ചു കേട്ടോളൂ. ആ തത്വത്തെ നമ്മൾ പറയുന്ന പേരാണ് മോട്ടോർ തത്വം എന്ന് പറയുന്നു. എന്താ പറയുന്നത്? മോട്ടോർ തത്വം എന്ന് പറയാണ്. ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ അല്ല പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഇതൊരു NS എന്ന് പറയുന്ന 2 കാന്തങ്ങൾ. NS എന്ന് പറയുന്ന 2 കാന്തങ്ങൾ. നമുക്കറിയാം എന്നിൽ നിന്ന് എസിലോട്ട് ഇങ്ങനെ കാന്തിക വലരേഖകൾ പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? എന്നിൽ നിന്ന് എസിലോട്ട് കാന്തിക വലരേഖകൾ പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം.
ഞാൻ ഇതിന്റെ നടുവില് ഞാൻ എന്ത് ചെയ്തു അറിയോ, ഒരു ചാലകം എ ബി എന്ന് പറയുന്ന ഒരു ചാലകം കൊണ്ടുവച്ചു. എ ബി എന്ന് പറയുന്ന ഒരു ചാലകം കൊണ്ടുവച്ചു, ഒരു കമ്പി, ചെമ്പ് കമ്പി കൊണ്ടുവച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറയുന്നത്. എന്താ സംഭവിച്ചത്? രണ്ട് കാന്തത്തിന്റെ നടുവില് ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു ചെമ്പ് കമ്പി കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ എ ബിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു അറിയോ, ഒരു കറണ്ട്, ഇങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുക്കുമ്പോ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഒരു കാന്തിക മണ്ഡലം ഉണ്ട് അല്ലെ? ഈ സ്ഥിരകാന്തത്തിന്റെ കാന്തിക മണ്ഡലം ഓൾറെഡി ഉണ്ട് അല്ലെ? N S എന്ന് പറഞ്ഞ സാധാരണ കാന്തങ്ങളാണ്. അതിന്റെ ഒരു കാന്തിക മണ്ഡലം ഓൾറെഡി ഉണ്ട്. ആ കാന്തിക മണ്ഡലത്തിലാണ് ആര് നിൽക്കുന്നത്? ഈ ചെമ്പമ്പി നിൽക്കുന്നത്. ആ ചെമ്പമ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കറണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എന്താ? ഒന്നാമത്തെ ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ? ഒരു ചാലകത്തിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോ അതിനു ചുറ്റും എന്തുണ്ടാവും? കാന്തിക മണ്ഡലം ഉണ്ടാവും. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ഈ ചെമ്പമ്പിക്ക് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവൂലേ? 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 അപ്പൊ ഇവിടെ എത്ര കാന്തിക മണ്ഡലമായി? ഈ കാന്തത്തിന്റെ കാന്തിക മണ്ഡലമായി. ഈ ചെമ്പമ്പിക്ക് ചുറ്റും കാന്തിക മണ്ഡലം വേറെ പുതിയതായിട്ടൊരു കാന്തിക മണ്ഡലം ഉണ്ടായി. അപ്പൊ എത്രണ്ണം വന്നു? രണ്ടെണ്ണം വന്നില്ലേ? രണ്ടെണ്ണം വന്നില്ലേ? അപ്പൊ രണ്ട് കാന്തങ്ങൾ ഒരുമിച്ച് വന്നാ എന്താ സംഭവിക്കുക? നമ്മൾ രണ്ട് കാന്തങ്ങളെ അടുപ്പിച്ച് പിടിക്കുമ്പോൾ എന്തോ സംഭവം വികാസം നടക്കാറുണ്ടല്ലോ. വികർഷിക്കും. ഒന്നുമില്ലെങ്കിൽ വികർഷിക്കും, അല്ലെങ്കിൽ ആകർഷിക്കും അല്ലെ? ഒരേ ധ്രുവങ്ങളാണെങ്കിൽ വികർഷിക്കുകയും, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്ന നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരേ മാർഗ ധ്രുവങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അത് അകന്നാൻ പോകും. ഒരേ വ്യത്യസ്ത ധ്രുവങ്ങളാണെങ്കിലോ അത് ആകർഷിക്കും. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു ആകർഷണ വികർഷണ പ്രക്രിയ നടക്കുന്നുണ്ട് അല്ലേ? അല്ലേ? അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണ വികർഷണ പ്രക്രിയ നടക്കുമ്പോ ഈ ചെമ്പമ്പി ഇവിടെ കടന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഇളകി കളിച്ചു. അഥവാ ഈ ചെമ്പമ്പിക്ക് ഒരു ബലം കിട്ടുന്നേ അല്ലേ? ഒന്നുമില്ലെങ്കിൽ ആകർഷണ ബലമായിരിക്കും, അല്ലെങ്കിൽ വികർഷണ ബലമായിരിക്കും. ഏതെങ്കിലും ഒരു ബലം ഇത് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഇതിമൊക്കെ ഒരു ബലം കിട്ടുന്നേ. അപ്പൊ ഈ സാധനം ഇവിടെ നടുവ് കടന്നിട്ട് ഇങ്ങനെ കറങ്ങും. ആര്? ഈ ചെമ്പ് കമ്പി. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് മോട്ടോർ തത്വം. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് മോട്ടോർ തത്വം. വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ എത്ര ഉള്ളൂ മനസ്സിലാക്കി വെച്ചോളൂ. മോട്ടോർ തത്വം. മോട്ടോർ തത്വം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം അതിൻ്റെ ഉള്ളിൽ. ഇതൊന്നും നിങ്ങൾ പറയണ്ട, ഇത്രയൊന്നും നിങ്ങൾ പറയണ്ട. എന്തേ പറഞ്ഞുള്ളൂ? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന, ശ്രദ്ധിച്ച് കേട്ടോ ഡെഫിനിഷനെ, ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന, ഇതാണ് കാന്തിക മണ്ഡലം. ഒരു വൈദ്യുതവാഹിയായ ചാലകം, ഒരു വൈദ്യുതവാഹിയായ ചാലകം, കറണ്ട് കൊടുക്കുന്ന ചെമ്പമ്പി എന്തിന് വിധേയമാവുന്നു? ഒരു ബലത്തിന് വിധേയമാവുന്നു. എന്തിന് വിധേയമാവുന്നു? ഒരു ബലത്തിന് വിധേയമാവുന്നു. ബലത്തിന് വിധേയമായ അത് ചലിക്കൂലേ? ഈ ചെമ്പമ്പി ചലിക്കൂലേ? ഞാനിപ്പോ ഈ ബെഞ്ച് ഡെസ്ക് ഒക്കെ നമ്മൾ കൈകൊണ്ട് നീക്കി കഴിഞ്ഞാൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ ചലിക്കൂലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇവിടെ കറന്നിട്ട് ഇങ്ങനെ ചലിക്കുന്നു. ഇതിനെയാണ് മോട്ടോർ തത്വം എന്ന് പറയുന്നത്. അതിനെയാണ് മോട്ടോർ തത്വം എന്ന് പറയുന്നത്. എന്താ മോട്ടോർ തത്വം? ഒരു കാന്തിക മണ്ഡലം, ടെക്സ്റ്റ് ബുക്കിൽ നോക്കി, ഒരു കാന്തിക മണ്ഡലത്തെ ആ മോട്ടോർ തത്വം എന്താന്ന് പഠിച്ചിട്ട് മതി നമുക്ക് ഇനി ഫ്ലെമിങ്ങിന്റെ ഇടത് നിയമം പഠിക്കല്. കേട്ടോ? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാവുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. കിട്ടിയോ ചങ്ങായിമാരെ? കിട്ടിയോ? എന്നാ കേട്ടോ. ഇതാണ്, ഇത്രേ ഉള്ളൂ. ആ ടെക്സ്റ്റ് ബുക്കില് 39ാമത്തെ പേജില് ചിത്രം കണ്ടങ്ങള്? ചിത്രം കണ്ടോ? ഒരു യൂക്കാന്തം കൊടുത്ത ചിത്രം കണ്ടോ? അതിൽ ഇതന്നെ പറയുന്നത്. ആ യൂക്കാന്തത്തിന്റെ ഉള്ളിലാണ് ആ കമ്പി തൂക്കിയിരിക്കുന്നത്. കണ്ട? യൂക്കാന്തത്തിന്റെ ഉള്ളിലാണ് കമ്പി തൂക്കിയിരിക്കുന്നത്. അപ്പൊ യൂക്കാന്തത്തിന്റെ ഉള്ളിൽ അവിടെ കാന്തിക മണ്ഡലം ഉണ്ടാവൂലേ? ഉണ്ട്.
അതിൻ്റെ ഉള്ളിൽ ഞാൻ ആ കമ്പി തൂക്കിയിട്ടിരിക്കുന്നത്. ആ കമ്പിക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പി കടന്ന് കറങ്ങൂലേ? അവിടെ കടന്ന് തിരിയില്ലേ? എന്തുകൊണ്ടാ തിരിയണേ? ഞാൻ ഇപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എന്തുകൊണ്ടാ തിരിയുന്നത്? അത് നിങ്ങൾ എഴുതൊന്നും വേണ്ട, അത് പറയൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ ഓൾറെഡി ഒരു കാന്തിക മണ്ഡലം ഈ എന്നിന്റെ എസിന്റെ ഉണ്ട്. അതിന് പുറമെ നമ്മൾ ചെമ്പമ്പിയിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. അപ്പൊ രണ്ട് കാന്തിക മണ്ഡലങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അവിടെ എന്ത് നടക്കും? അവിടെ ഒരു ഫോഴ്സ് നടക്കൂലേ? ബലം നടക്കൂലേ? ആകർഷണ ബലം വികർഷണ ബലം നടക്കൂലേ? അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ചെമ്പമ്പി കറന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഇതിനെയാണ് മോട്ടോർ തത്വം എന്ന് പറയുന്നത്. മോട്ടോർ തത്വം. ഓക്കെ, ഇനി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങട്ടാണ് ചലിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റണ്ടേ? ഞാൻ പറയുന്നു അത് ചലിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞിട്ടാണ് അത് എങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫ്ലെമിങ് അഥവാ അലക്സാണ്ടർ ഫ്ലെമിങ് എന്ന സയന്റിസ്റ്റ്, നമ്മൾ പഠിച്ചു വലത് കൈ നിയമം പഠിച്ചില്ലേ? ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം പഠിച്ചില്ലേ? എന്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? കറണ്ടിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പ്രേരിതമാവുന്ന EMFന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3-ാം ചാപ്റ്ററിൽ എന്ത് പഠിച്ചു? ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആരെ കുറിച്ചാ അറിയാത്തത്? ചാലകത്തിന്റെ ചലനദിശയാണ് അറിയാത്തത് അല്ലേ? നമുക്ക് കാന്തിക മണ്ഡലത്തിന്റെ ദിശ അറിയില്ലേ? എന്നിൽ നിന്ന് എസിലോട്ട് കാന്തിക മണ്ഡലത്തിന്റെ ദിശ അറിയാം. പിന്നെ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് അങ്ങനെ പോണതാ ഇങ്ങനെ. കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണ് കറണ്ട് പോണേ. അപ്പൊ അതും അറിയാം. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ആളാരാ? ചാലകത്തിന്റെ ചലനദിശ അല്ലെ? ഈ കമ്പി എങ്ങട്ടാ ചലിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും ഇടത് കൈ ഇങ്ങനെ പിടിച്ചോണേ. ഇടത് കൈ അന്ന് പിടിച്ച പോലെ തന്നെ പിടിക്കും. അന്ന് വലത് കൈയാണ് ഇങ്ങനെ പിടിച്ചതെങ്കിൽ ഇന്ന് ഇടത് കൈയാണ് പിടിക്കുന്നത്. പിടിച്ചോ? ഞാൻ എങ്ങനെയാണ് അന്ന് പിടിക്കാൻ പറഞ്ഞത്? 90 ഡിഗ്രി പിടിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോഴും 90 ആവണം, ഇങ്ങനെ പിടിക്കുമ്പോൾ 90 ആവണം, ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ 90 ആവണം. റെഡി അല്ലേ? ഇനി പറയും, ചൂണ്ടുവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കാന്തിക മണ്ഡലത്തിന്റെ ദിശ. നടുവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ. ഈ തള്ളവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ബലത്തിന്റെ ദിശ. അത്രേ ഉള്ളൂ. അതാണല്ലോ നമ്മൾ പഠിച്ചത്. സെയിം സാധനം തന്നെ. നോയിക്കഞ്ഞി ഞാൻ എന്ത് ചെയ്തു? എന്നിൽ നിന്ന് എസിലോട്ട് ഞാൻ ചൂണ്ടുവിരൽ പിടിച്ചു. ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. എന്നിൽ നിന്ന് എസിലോട്ട് ഞാൻ ചൂണ്ടുവിരൽ പിടിച്ചു. ഇനി നമുക്ക് അറിയുന്ന ഏതാ? കറണ്ടാണ്. കറണ്ട് എങ്ങട്ടാ? ബിയിൽ നിന്ന് എയിലേക്കാണ് അല്ലെ? ഇങ്ങനെ വരുന്നത് കറണ്ട് ഇങ്ങനെ അടിയിക്ക് വരുന്നത്. അപ്പൊ ഞാൻ നടുവിരൽ താഴത്തേക്ക് പിടിച്ചു. കണ്ടാ? അപ്പൊ എങ്ങട്ടേക്കാരം? ചാലകത്തിന്റെ ചലനദിശ നേരെ മുകൾക്ക്, നിങ്ങൾ നേർക്ക്. അഥവാ ചാലകം ചലിക്കുന്ന ഇങ്ങനേക്കാരന്ന് മുകൾക്കേക്കാരന്ന്. മനസ്സിലായോ? അവിടെ നമ്മൾ പഠിച്ചത് എന്താണോ അത് തന്നെ. അവിടെ കണ്ടുപിടിച്ചത് എന്താണ്? വലത് കൈ ഉപയോഗിച്ച് നമ്മൾ കറണ്ടിന്റെ ദിശയാണ് കണ്ടുപിടിച്ചതെങ്കിൽ, വൈദ്യുതകാന്തിക പ്രതലത്തിൽ കറണ്ട് ദിശയാണ് കണ്ടുപിടിച്ചതെങ്കിൽ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ചാലകത്തിന്റെ ചലനദിശയാണ്. ചലനദിശയാണ് കണ്ടുപിടിക്കുന്നത്. എത്ര ഓപ്ഷൻ ഉള്ളൂ? 2 ഓപ്ഷനൊക്കെ മിക്കവാറും ഉണ്ടാവുള്ളൂ. താഴത്തേക്ക് മുകൾക്ക് ഇങ്ങനെ പിടിക്കുക. താഴത്തേക്ക് മുകൾക്ക്, ഒന്നില്ലെങ്കിൽ മുകൾക്ക് അല്ലെങ്കിൽ താഴത്തേക്ക്. വേറെ ചിത്രം വരികയാണെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പിടിച്ചതിനനുസരിച്ച് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഇത്രേ ഉള്ളൂ ചെയ്യേണ്ടത്. മറ്റോടത്ത് ചെയ്ത പോലെ തന്നെ, എവിടെ ചെയ്ത പോലെ തന്നെ വൈദ്യുതകാന്തിക പ്രതലത്തിൽ നമ്മൾ ചെയ്ത് പഠിച്ചില്ലേ? 3-4 ഞങ്ങൾക്ക് ചെയ്യാൻ തന്നിരുന്നു. അതുപോലെ തന്നെയാണ്. ഒരു മാറ്റമില്ല. വലത് കൈ ഇടത് കൈ ആവുന്നുള്ളൂ. മനസ്സിലായി? ഓക്കെ. അപ്പൊ അത് ചെയ്ത് നോക്കുക. രണ്ടും ഒരേപോലെ ഒപ്പം കൂടി പഠിക്കുക. ഒന്ന് കാന്തിക മണ്ഡലത്തെ ദിശ കണ്ടുപിടിക്കാൻ ഏതാ നിയമം? നികിത കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാനുള്ള നിയമം ഏതാ? നികിതോ? മാക്സ്വെല്ലിന്റെ പെരുവിരൽ നിയമം. ഇന്ന് പഠിച്ച മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമമാണ് എന്ത് കണ്ടുപിടിക്കാനുള്ളത്? കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാനുള്ള നിയമം. മനസ്സിലായോ? പിന്നെ ചലനദിശ കണ്ടുപിടിക്കാനുള്ള നിയമമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ചലനദിശ കണ്ടുപിടിക്കാനുള്ള നിയമമാണ് എന്ത്? ഈ ഫ്ലെമിങ്ങിന്റെ എന്ത് നിയമം?
ഇടത് കൈ നിയമം. അത് നീ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചൂണ്ടുവിരൽ കാന്തികമണ്ഡലത്തിന്റെ ദിശയെയും നടുവിരൽ വൈദ്യുതപ്രവാഹത്തിന്റെ ദിശയെയും സൂചിപ്പിച്ചാൽ ഈ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് എന്തിന്റെ ദിശയായിരിക്കും? ചാലകത്തിന്റെ ചലന ദിശയായിരിക്കും. മൂന്നും പരസ്പരം എങ്ങനെ പിടിക്കണം? ലംബമായി പിടിക്കട്ടെ, ലംബമായി വരത്തക്ക രീതിയിൽ പിടിച്ചാൽ. അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങാട്ടാ. റെഡി? റെഡി അല്ലേ? അതിന് വലിയ എക്സാമ്പിൾസ് അധികമൊന്നും വേണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത കേട്ടോ, ഇങ്ങനെ മോട്ടോർ തത്വം എന്താ നമ്മൾ പഠിച്ചു. ഇനി മോട്ടോർ തത്വം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് വൈദ്യുത മോട്ടോർ. മോട്ടോർ തത്വം എന്ന പ്രിൻസിപ്പിൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് വൈദ്യുത മോട്ടോർ. വൈദ്യുത മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മൾ ജനറേറ്റർ പഠിച്ച ആൾക്കാരല്ലേ? ജനറേറ്ററിന്റെ അതേ ഭാഗങ്ങൾ, DC ജനറേറ്ററിന്റെ അതേ ഭാഗങ്ങളാണ്. അത് പറഞ്ഞാണേ എന്തൊക്കെയാ DC ജനറേറ്ററിലെ പ്രധാന ഭാഗങ്ങള്? കാന്തിക ധ്രുവങ്ങൾ, പിന്നെ ആർമേച്ചർ, സ്പ്ലിറ്റ് റിംഗ്, സ്ലിപ്പ് റിംഗ്, ബ്രഷ്, സ്പ്ലിറ്റ് റിംഗ് ആണ്. മാറരുത്. AC ജനറേറ്റർ അല്ല, DC ജനറേറ്ററിന്റെ ഭാഗങ്ങള്. സ്പ്ലിറ്റ് റിംഗ്, ബ്രഷ്. മോട്ടോർ ആ തിരിയണ സ്ഥലം. നോക്കിക്കോ, DC ജനറേറ്റർ ഇല്ലേ? DC ജനറേറ്റർ നമ്മൾ പഠിച്ച DC ജനറേറ്റർ സെയിം സാധനമാണ്, അതേ ഭാഗങ്ങളാണ്. ചെറിയൊരു മാറ്റം. എന്താ മാറ്റം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മൾ കണ്ടോ ഇവിടെ കറണ്ട് കണ്ടോ? കറണ്ട് കണ്ടോ? ഇവിടെ കണ്ടോ ബാറ്ററി കണ്ടോ? ആ ബാറ്ററി ഉണ്ടെങ്കിൽ അത് മോട്ടോറാണ്. കറണ്ട് അങ്ങോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് മോട്ടോറാണ്. വ്യത്യാസം പറയണേട്ടാ. DC ജനറേറ്ററും DC മോട്ടോറും തമ്മിലുള്ള വ്യത്യാസം പറയണേ. DC മോട്ടോർ ആണെങ്കിൽ കറണ്ട് അങ്ങോട്ടാ കൊടുക്കുക. കാരണം കറണ്ട് കൊടുത്തിട്ടല്ലേ കറക്കുക മോട്ടോറേ. നമ്മുടെ ഫാന്, മിക്സി, വെള്ളടിക്കുന്ന മോട്ടോറ്, ഇതൊക്കെ ഇതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ സംഭവം നടക്കുന്ന ഇതാണ്. അപ്പൊ കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും, മറ്റോടത്ത് കറണ്ട് ഇങ്ങോട്ടാ കിട്ടുക. ഫിഗറിൽ എന്താ ഉണ്ടാവുക? ഒന്നിൽ ഇവിടെ ഗാൽവനോമീറ്ററോ അല്ലെങ്കിൽ ഇവിടെ ബൾബൊക്കെ കറണ്ട് ഉണ്ടാവുക. DC ജനറേറ്ററിൽ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? എന്നാ ഇതിന്റെ വർക്കിംഗ് കേട്ടോളൂ. Nൽ നിന്ന് Sലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാന്തിക വലരേഖകൾ പോകുന്നുണ്ട്. റെഡി? ആ കാന്തിക വലരേഖകൾ ആ കാന്തിക മണ്ഡലത്തിലാണ് എന്ത് കൊണ്ടുവച്ചിട്ടുള്ളത്? ആർമേച്ചർ. ഇന്നത്തെ ആർമേച്ചർ എന്ന് പറഞ്ഞാല്, ആർമേച്ചർ എന്ന് പറഞ്ഞ ഒരു പച്ചിരുമ്പ് കോറിൽ കവചിത ചെമ്പ് കമ്പി, ചാലകം, ചെമ്പ് കമ്പി നമ്മൾ പറഞ്ഞില്ല, സോളിനോയിഡ്, അത് ചുറ്റിയെടുത്ത സാധനമാണ്. ഒരു ചാലകമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആർമേച്ചർ ഒരു പച്ചിരുമ്പ് കോറിൽ കവചിത ചെമ്പ് കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണം. അത് ഇവിടെ കൊണ്ടുവച്ചിരിക്കണു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? സ്ലിപ്പ് റിംഗ് വഴി, ബ്രഷ് വഴി ഞാൻ എന്ത് ചെയ്തു? കറണ്ട് കൊടുത്തു. ഈ സ്ലിപ്പ് റിംഗ് ഉപയോഗിക്കുന്നതേ ഇവിടെ സ്ഥിരമായിട്ട് ഇതിന്റെ കറക്കം, ഇതിന്റെ റൊട്ടേഷൻ, ഇതിന്റെ ഭ്രമണം ഇങ്ങനെ സ്ഥിരമായി നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ആർമേച്ചറിന്റെ ഭ്രമണം സ്ഥിരമായി നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാനിവിടെ കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുക്കുമ്പോൾ കറണ്ട് ഇങ്ങനെ പോയിട്ട് എന്തിനു കിട്ടി? ഈ ആർമേച്ചറിലേക്ക് കറണ്ട് കിട്ടി. അപ്പൊ ഈ ആർമേച്ചറിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവൂലേ? ഓൾറെഡി ഇതിന്റെ ഒരു കാന്തിക മണ്ഡലം അല്ലേ? അപ്പൊ ഇവിടെ രണ്ട് കാന്തിക മണ്ഡലം വന്നില്ലേ? അപ്പൊ ഇവിടെ ഒരു ബലം, ഇതിന് ബലം കിട്ടൂലേ? അപ്പൊ ബലം കിട്ടിക്കഴിഞ്ഞാൽ ഇത് കറങ്ങൂലേ? മനസ്സിലായില്ല? മനസ്സിലായി. ഇത് ഇവിടെയാണ് മോട്ടോർ തത്വം നടക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഈ ആർമേച്ചറില് കമ്പിച്ചുരുളാണുള്ളത്, ചെമ്പ് കമ്പിയാണുള്ളത്. അപ്പൊ ആർമേച്ചറിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ ആർമേച്ചറിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും, പുതിയതായിട്ടുണ്ടാവും. ആ കാന്തിക ഈ Nനും Sനും ഓൾറെഡി ഇവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാക്കുന്നുണ്ട്. Nൽ നിന്ന് Sലേക്ക് കാന്തിക മണ്ഡലം വരുന്നുണ്ട്. അപ്പൊ ആ കാന്തിക മണ്ഡലത്തിലാണ് പുതിയൊരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കുമ്പോൾ രണ്ട് കാന്തിക മണ്ഡലം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഒരു ആകർഷണ ബലമോ വികർഷണ ബലമോ നടന്നിട്ട് ഒരു ബലം കിട്ടും. അതിന് പറഞ്ഞു, അതാണ് മോട്ടോർ തത്വം. എന്താ മോട്ടോർ തത്വം? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന
വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചെമ്പ് കമ്പി, ഒരു ചാലകം ഒരു ബലത്തിന് വിധേയമാവുന്നു. ബലത്തിന് വിധേയമാവുന്ന ആളാരാ? ആർമേച്ചർ ആണ്. ആരാ കറങ്ങുന്ന ആളാരാ? ആർമേച്ചർ ആണ്. അതാണ് ചാലകം. ഇവിടുത്തെ ചാലകാരാ? ആർമേച്ചർ ആണ്. അപ്പൊ ആർമേച്ചർ ഇവിടെ കറന്നിട്ട് ഇങ്ങനെ കറങ്ങും. അതാണ് ഫാനിൽ നടക്കുന്നത്. ഫാനിന്റെ ലീഫ് കറങ്ങുന്നത് മിനി മോട്ടറിൽ നടക്കുന്ന അതാണ്. മിനി മോട്ടറിൽ നടക്കുന്ന ഇത് തന്നെയാണ്. ആ ഉരുണ്ട സാധനമാണ് ആർമേച്ചർ. മിനി മോട്ടറിനുള്ളിൽ ഉരുണ്ട സാധനം കോലിന്റെ ഭാഗം അതും ആ ബാക്ക് നോക്കിക്കോ. മിനി മോട്ടർ കണ്ട ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മിനി മോട്ടർ രണ്ട് സൈഡിൽ രണ്ട് കാന്ത ഉണ്ടാവും. കണ്ടുക്കണോ? ഉള്ളു തുറന്നു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു വട്ടത്തിലല്ലേ? ഒരു ആർക്ക് രൂപത്തിൽ. വട്ടത്തിലല്ല, ഒരു ആർക്ക് രൂപത്തില്. രണ്ട് സൈഡിൽ ഒരു ആർക്ക് രൂപത്തിലുണ്ടാവുക. അതിന്റെ നടുവിലാണ് ഒരു ഉരുണ്ട സാധനം ഉണ്ടാവും. കുറെ ചെമ്പമ്പി ചുറ്റിച്ച സാധനം ഉണ്ടാവും. അതാണ് ആർമേച്ചർ. മിനി മോട്ടർ തുറന്ന് നോക്കാൻ പറ്റുന്ന ആൾക്കാർ തുറന്ന് നോക്കിക്കൊണ്ട് സിമ്പിൾ ആയിട്ട് മോട്ടോറിന്റെ ഭാഗങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതിന്റെ ഇവിടെ ഈ സ്പ്ലിറ്ററിംഗ് ഒക്കെ കാണാൻ പറ്റും. അതിൽ ആ സ്പ്ലിറ്ററിംഗ് ഒക്കെ ഫസ്റ്റ് കറണ്ട് കൊടുക്കുന്ന ഭാഗത്തിന്റെ സ്പ്ലിറ്ററിംഗ് ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ റൗണ്ട് അല്ലേക്കാരം, നല്ല റിങ് പോലെ അല്ലേക്കാരം, വേറെ രീതിയിലേക്കാരം കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ ബാറ്ററി കൊടുത്തു. ബാറ്ററി കൊടുക്കുമ്പോൾ അതിന്റെ ആ സാധനം കിടന്ന് തിരിയില്ലേ, അത് ആർമേച്ചർ ആണ് തിരിയുന്നത്. അതിന്റെ ഉള്ളത്തെ സാധനം തിരിയുന്നത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പോ മോട്ടോറിന്റെ പറഞ്ഞോ. ഈ മോട്ടർ കുറെ കാലം കഴിഞ്ഞ അതിന്റെ ശക്തി കുറയില്ലേ? കുറയും. അത് ഈ കാന്തത്തിന്റെ ഇത് കുറഞ്ഞിട്ടാ? കാന്തത്തിന്റെ പവർ കുറഞ്ഞിട്ടാണ്. കാന്തശക്തി എന്ത് ചെയ്യും? അത് സ്ഥിരകാന്താണല്ലോ. സ്ഥിരകാന്തം ഉപയോഗിച്ച് എന്താ സംഭവിക്കുക? അതിന്റെ കാന്തശക്തി കാലക്രമേണ എന്ത് ചെയ്യും? ഉപയോഗിച്ചതിന്റെ ശക്തി കുറയും. മറ്റത് കമ്പിച്ചുള്ളുകൾക്കൊന്നും പ്രശ്നമില്ല. കമ്പിച്ചുള്ളുകൾ സാധാ പോലെ തന്നെയല്ലേ. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ട് ഇതിനെങ്കിലും. സ്ഥിരകാന്തമാണ്. പക്ഷെ ഫാനുകളിലൊക്കെ അല്ലേ കാന്തത്തിന് പകരം ഈ വൈദ്യുതകാന്തത്തിനെ ഉപയോഗിക്കുന്നത്. സ്ഥിരകാന്തം ഉപയോഗിക്കൂല. കാന്തത്തിന്റെ ഉള്ളില് എന്തുണ്ടാവൂല? ഒരു സാധാ ഫാനിന്റെ ഉള്ളിൽ ഒന്നും കാന്തം കാണാൻ പറ്റൂല. കാരണം അവിടെ കാന്തശക്തി ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ഉപയോഗിക്കും? നമ്മുടെ ഈ സോളിനോയിഡ് അത് ഉപയോഗിക്കും. അപ്പൊ അവിടെ ആകെ ചുറ്റുകളേക്കാലം ഫാനിന്റെ ഉള്ളില് കാന്തം ഉണ്ടാക്കാനും സോളിനോയിഡ് ഉപയോഗിക്കും. പിന്നെ ആർമേച്ചർ ആയിട്ടും സോളിനോയിഡ് ഉപയോഗിക്കും. മനസ്സിലായോ? അതിൽ സ്ഥിരകാന്തല്ല ഉപയോഗിക്കാൻ. സ്ഥിരകാന്തം ഉപയോഗിച്ചാലേ ഈ പ്രശ്നം കൊണ്ടേ, സ്ഥിരകാന്തം ഉപയോഗിച്ച കാന്തശക്തി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പൊ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെയും വൈദ്യുത കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി അതൊന്നും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഭാഗങ്ങൾ പഠിച്ചാൽ മതി നിങ്ങള്. ഫീൽഡ് കാന്തം, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്, ബ്രഷ്. വർക്കിംഗ് എന്താ? ഇതിന്റെ വർക്കിംഗ് എന്താ? പ്രവർത്തന തത്വം എന്താ? മോട്ടോർ തത്വമാണ്. മോട്ടോർ തത്വം. എന്താ അവിടെ നടക്കുന്ന പ്രതിഭാസം? എന്താ നടക്കുന്ന പ്രതിഭാസം? കേട്ടില്ല. എന്നിൽ നിന്ന് എസിലേക്ക് പോവല്ലേ? എന്താണ് എന്നിൽ നിന്ന് എസിലേക്ക് തന്നെ കാന്തിക മണ്ഡലം പോകുന്നത്. സമ്മതിച്ചു. ഇവിടെ നടക്കുന്ന പ്രതിഭാസം ഇത്രയേ ഉള്ളൂ. വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. നമ്മളിവിടെ കറണ്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഇങ്ങനെ കറങ്ങൂലേ? അപ്പൊ അവിടെ എന്താ? എന്ത് ഊർജ്ജമാറ്റം നടക്കുന്നത്? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ജനറേറ്ററിലെ ഊർജ്ജമാറ്റം എന്താ? യാന്ത്രികോർജം. അപ്പൊ അത് നേരെ വിപരീതാണ്. ഇത്ര മനസ്സിലാക്കിയിട്ട് നോക്കിക്കോ. ചിന്തിച്ചാൽ മതി. എന്താ അറിയോ? ഫാന് കറണ്ട് കൊടുത്തിട്ട് കറക്കുക അല്ലേ? കറണ്ട് കൊടുക്കുമ്പോഴല്ലേ കറങ്ങുക. അത് അതാണ് മോട്ടോർ. കറണ്ട് കൊടുത്ത് കറക്കുക. ജനറേറ്ററോ? കറക്കിയിട്ട് കറണ്ട് ആക്കുക അല്ലെ? ആർമേച്ചർ തിരിയുമ്പോഴല്ലേ കറണ്ട് കിട്ടുക. അത്രേ ഉള്ളൂ. നേരെ വിപരീതാണ്. മോട്ടോറും ജനറേറ്ററും നേരെ വിപരീതാണ്. നമുക്ക് മിനി മോട്ടോറിനെ വേണമെങ്കിൽ മിനി ജനറേറ്റർ ആക്കി മാറ്റാം. മിനി മോട്ടോറില്ലേ, അതിനെ വേണമെങ്കിൽ മിനി ജനറേറ്റർ ആക്കി മാറ്റാം. നമ്മള് മിനി മോട്ടോറിൽ നമ്മൾ ബാറ്ററി കൊടുക്കുമ്പോൾ അതിന്റെ ആ സാധനം കറന്നിങ്ങനെ കറങ്ങാണ്. അതിന്റെ ആ പിസ്റ്റം കറന്നിങ്ങനെ കറങ്ങും അല്ലേ? അതിന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ആ പിസ്റ്റം പിടിച്ച് തിരിക്കുക. എന്നിട്ട് കറണ്ട് കൊടുക്കുന്നോടത്തൊരു LED കൊടുത്താൽ LED ഇങ്ങനെ കത്തും. വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിലൊക്കെ വെച്ച് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര മനസ്സിലാക്കി വെച്ചു. ഇപ്പൊ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഒറ്റ ടോപ്പിക് കൂടിയേ ഉള്ളൂ. ഏതാ? ഇതേപോലെ ഈ മോട്ടോർ തത്വം വെച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. മോട്ടോർ തത്വം വെച്ച് വർക്ക് ചെയ്യുന്ന
മറ്റൊരു ഉപകരണമാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. എന്താ ലൗഡ് സ്പീക്കറും മൈക്രോഫോൺ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൈക്രോഫോൺ എന്താ? ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്ക. ഈ മൈക്ക, ഇതാണ് മൈക്ക. നമ്മൾ അതിൽ നടക്കുന്ന പ്രവർത്തനം എന്താ? മൈക്ക് ചെയ്യുന്ന പണി എന്താ? എഫ്രത്തുമ്മക്ക് ശബ്ദ തരംഗം ചെന്ന് തട്ടിയിട്ട് ആ ഗാന്ധത്തിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അപ്പുറത്തു കൂടെ പോയി ഇറങ്ങും. അപ്പുറത്തൂടെ പോയിട്ട് ഇപ്പുറത്തൂടെ പോരും. അതിൽ നടക്കണ പ്രതിഭാസമൊന്നുമില്ല. യാന്ത്രികോർജം വൈദ്യുതി മാറുന്നു. അവിടെ അതിന്റെ പ്രവർത്തന തത്വം എന്താ? വൈദ്യുതകാന്തിക പ്രേരണം. അഥവാ മൈക്കിന്റെ പണി എന്താ വെച്ചാൽ എന്താ പറയാ? മൈക്കിന്റെ പണി എന്താ? ശബ്ദത്തിന്റെ ശക്തി നികിത മണ്ടയ്ക്ക് ഞാൻ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരു വാക്കവിടെ പ്രയോഗിച്ച ശബ്ദം വലിയ ഒച്ചയിലൂടെ. അജീബേ എനിക്ക് ഞാൻ കാണിച്ചുതരാം. ശബ്ദത്തിന് വലിയ ഒച്ചയാക്കണ മൈക്കല്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. വൈദ്യുതി മനസ്സിലായി. കുറെ ആൾക്കാർ ശബ്ദത്തിനെ വൈദ്യുത സിഗ്നലാക്കി മാറ്റുക. ശബ്ദത്തിനെ വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്ന പണിയാണ് മൈക്ക് എടുക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കോ, ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അതിന് നേരെ പണി വരികയാണ്. മൈക്ക് ചെയ്യുന്നു. മൈക്ക് എന്ത് ചെയ്യുന്നു? ശബ്ദത്തിനെ വൈദ്യുതിയാക്കി മാറ്റി നേരെ എവിടെ കൊടുത്തു? ആംപ്ലിഫയറിലേക്ക് കൊടുത്തു അല്ലെ? ആംപ്ലിഫയർ എന്ത് ചെയ്തു? അതിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. ആ ശക്തി വർദ്ധിപ്പിച്ചിട്ട് നേരെ എവിടെ കൊടുത്തു? സ്പീക്കർ കൊടുത്തു അല്ലെ? ആ സ്പീക്കറിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്പീക്കർ അഥവാ സ്പീക്കറിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്? മോട്ടോർ തത്വം തന്നെയാണ്. ആരുത്? ഈ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം മോട്ടോർ തത്വമാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഇത് കാന്തം വേണ്ടേ? NAS എന്ന കാന്തം. ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്ന നേരം ഒന്ന് കടത്തി വരച്ചു കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം ഏകദേശം സെയിം ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് NAS എന്ന രണ്ട് കാന്താണ്. അവിടെ കണ്ടോ? അപ്പൊ N ൽ നിന്ന് S ലേക്ക് ഇങ്ങനെ കാന്തിക വരകൾ ഇങ്ങനെ പോകുന്നുണ്ടാവും കേട്ടോ. റെഡി? എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പച്ചിരുമ്പ് കോറ് കൊണ്ടുവച്ചു. ഇരുമ്പിന്റെ ഒരു കഷ്ണം കൂടി കൊണ്ടുവച്ചു. ഇരുമ്പിന്റെ കഷ്ണം. എന്നിട്ട് ഞാൻ അതിന് എന്ത് ചെയ്തോ? ഒരു സോളിനോട് ഇങ്ങനെ ചുറ്റി വെച്ചു. എന്നിട്ട് ആ സോളിനോഡിനെ നമ്മൾ വിളിക്കുന്ന പേര് അത് പറയാട്ടോ. സോളിനോഡിനെ വിളിക്കുന്ന പേര് ഇങ്ങനെ ചുറ്റി വെച്ചു. ഈ സോളിനോഡുമായിട്ട് ഞാൻ സാധനത്തിന് ഇങ്ങനെ ഇതൊരു സാധനം മനസ്സിലാക്കി വെക്കാട്ടാ. ഇങ്ങനെ സാധനം ഉണ്ട് മനസ്സിലാക്കി വെക്ക. നോക്കിക്കോ, ആംപ്ലിഫയർ എന്ന് കണ്ടോ? നോക്കി, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആംപ്ലിഫയറിന് ശക്തി കൂടിയ വൈദ്യുത സിഗ്നൽ അല്ലെ? മൈക്കിലൂടെ അങ്ങനെ പോയിട്ട് ആംപ്ലിഫയർ എന്ത് ചെയ്തു? കറണ്ടിന്റെ ശക്തി കൂട്ടി അല്ലേ? ആ ശക്തി കൂടിയ കറണ്ടാണ് ഈ വരുന്നത്. നേരെ കറണ്ട് ഇങ്ങനെ വന്നു. എവിടേക്ക് വന്നു? ഈ സോളിനോയിഡിലേക്ക് വന്നു. ഈ സോളിനോയിഡിന്റെ അറ്റത്തേക്ക് കൊടുത്തു. ഈ സോളിനോയിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് വോയിസ് കോയിൽ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? വോയിസ് കോയിൽ. അവിടെ എന്താണോ വിളിച്ചത് അത് തന്നെയാണ്. അതിന്റെ അതേ ഭാഗങ്ങൾ തന്നെയാണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ആർമേച്ചറിന് പകരം ഉപയോഗിക്കുന്ന സാധനം വോയിസ് കോയിലാണ്. അപ്പൊ വോയിസ് കോയിലേക്ക് കറണ്ട് കൊടുത്തു. ആ വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാടാ? ഈ കാന്തിക മണ്ഡലത്തിലല്ലേ? വോയിസ് കോയിലേക്ക് കിട്ടിയ കറണ്ട് അല്ലേ? അപ്പൊ മോട്ടോർ തത്വം നടക്കൂലേ? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൈദ്യുതവാഹിയായ ചാലകം, അതാണ് ഇവിടുത്തെ വോയിസ് കോയിൽ. വോയിസ് കോയിലേക്ക് ഇവിടെ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ വോയിസ് കോയിൽ നിൽക്കുന്നത് എവിടെയാ? ഒരു കാന്തിക മണ്ഡലത്തിലാണ്. അപ്പൊ അതിലൊരു ബലം കിട്ടൂലേ? മോട്ടോർ തത്വം നടക്കൂലേ? അപ്പൊ ഈ സാധനം ഇവിടെ കറന്ന് ഇങ്ങനെ ചലിക്കൂലേ? ഈ വോയിസ് കോയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കൂലേ? ബലം കിട്ടിക്കഴിഞ്ഞാൽ ചലിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വോയിസ് കോയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കമ്പനം ചെയ്യും. ആ കമ്പനം ചെയ്യുന്നതനുസരിച്ച് ഈ വോയിസ് കോയിലുമായിട്ട് ആരെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇതാണ് ഡയഫ്രം, അല്ലെങ്കിൽ പേപ്പർ കോൺ എന്നൊക്കെ പറയാറുണ്ട്. ഡയഫ്രം ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഡയഫ്രം തന്നെയാണ്. ഓക്കെ,
അപ്പൊ ഈ ഡയഫ്രത്തിലേക്ക് എന്ത് ചെയ്യും? ഈ ഡയഫ്രം ആരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഈ വോയിസ് കോയിലുമായിട്ട് കണക്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡയഫ്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കമ്പനം ചെയ്യുമ്പോൾ ആരും കമ്പനം ചെയ്യും? ഈ ഡയഫ്രവും കമ്പനം ചെയ്യും. ഡയഫ്രം കമ്പനം ചെയ്താൽ ശബ്ദം ഉണ്ടാവൂലേ? വസ്തുക്കളുടെ കമ്പനം മൂലല്ലേ ശബ്ദം ഉണ്ടാവുക? അല്ലേ? അല്ലേ? അപ്പോ ഡയഫ്രം കമ്പനം ചെയ്താൽ ആര് കമ്പനം ചെയ്യുന്നതനുസരിച്ച്? വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നതനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യും. അപ്പൊ ഡയഫ്രം കമ്പനം ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും. ഇത്രയും സമയം 27. അപ്പൊ ലാസ്റ്റ് പോയിന്റ്. ഇനി ഇതിന്റെ വർക്കിംഗ് ലാസ്റ്റ് പേജില് അഥവാ 42ാമത്തെ പേജില് ഏറ്റവും ഫസ്റ്റ് സെന്റൻസ് ഈ മൈക്രോഫോണിന്റെ അല്ലെങ്കിൽ സോറി ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനമാണ് പറയുന്നത് കേട്ടോ. ചോദിക്കാറുണ്ട്, പ്രവർത്തനം വിശദീകരിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാൻ വരച്ച ചിത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ആ മൈക്കിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലൂടെ കടത്തിവിടുന്നതാ. ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഇങ്ങനെ വരുന്നത് ഇതാണ് അയക്ക് വരുന്നത് വെച്ചോ. ഇതാണ് അയക്ക് വരുന്ന വൈദ്യുത സിഗ്നൽ എന്ന് വെച്ചോ. ആംപ്ലിഫയറിന്റെ പുറത്തേക്ക് എങ്ങനെയാലും വരിക? പുറത്തേക്ക് ഇങ്ങനെയൊക്കെ വരിക. ശക്തിപ്പെടുത്തും, അതിന്റെ ശക്തി കൂട്ടും. ആ ശക്തി കൂട്ടിയ സാധനം എന്ത് ചെയ്യുന്നു? എവിടേക്ക് കടത്തിവിടും? വോയിസ് കോയിലേക്ക് കടത്തിവിടും. ഓക്കെ, ഇനി തന്നെ നോക്കിയും ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസൃതമായി കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന വോയിസ് കോയിൽ ഈ കരണ്ടിനനുസൃതമായി കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന വോയിസ് കോയിൽ അഥവാ കണ്ടോ, ഇതാണ് കാന്തിക മണ്ഡലം. എന്നിന്റെയും എസിന്റെയും ഇടയിലിരിക്കുന്ന വോയിസ് കോയിൽ എന്ത് ചെയ്യുന്നു? മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളരെ സ്പീഡായി ചലിക്കുന്നു. ഈ ചലനങ്ങൾ ഡയഫ്രത്തെ ചലിപ്പിക്കുകയും പിന്നെ ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഇതിന്ന് ആംപ്ലിഫയറിന് ശക്തി കൂടിയ കറണ്ട് വന്നു. എവിടേക്ക് വന്നു? വോയിസ് കോയിലേക്ക് വന്നു. വോയിസ് കോയിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക, അതൊരു കാന്തിക മണ്ഡലത്തിലാണ്. എന്ത് നടക്കും? മോട്ടോർ തത്വം നടക്കും. മോട്ടോർ തത്വം എന്താ? കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന ഒരു വൈദ്യുതവാഹിയായ കമ്പി ഒരു ബലത്തിന് വിധേയമാവുന്നു. അപ്പൊ ഇവിടെ ഈ വോയിസ് കോയിലിൽ എന്ത് കിട്ടും? ഒരു ബലം കിട്ടും. ബലം കിട്ടുക എന്ന് പറഞ്ഞാൽ ചലിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്പീഡിൽ ചലിക്കും. അപ്പൊ ആ ചലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഡയഫ്രം ചലിക്കുന്നു. ഡയഫ്രം ചലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശബ്ദം ഉണ്ടാവുന്നു. ഇതാണ് ചാപ്റ്റർ. ഇത്രേ ഉള്ളൂ 2ാം ചാപ്റ്റർ. മനസ്സിലായോ? വളരെ ചെറിയ ചാപ്റ്റർ ആണ്. നമുക്ക് പിന്നെ 3ാം ചാപ്റ്റർ നമുക്ക് കുറച്ച് പഠിച്ചതുകൊണ്ട് കുറെ കൺസെപ്റ്റ് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരു ചാലകത്തിന് ചുറ്റും കറണ്ട് പോകുമ്പോൾ ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് ഓൾറെഡി അറിയാലോ. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാ ഫിഗറും പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഫിഗറും നോട്ട് ചെയ്ത് വെക്കുക. ഞാനൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇട്ട് തരാം. ഞാൻ മുമ്പ് ഇട്ട് തന്നെയാണ്. കഴിഞ്ഞ എക്സാമിന് ഞാൻ ഇട്ട് തന്നിരുന്നു. ഒരു യൂട്യൂബിലൊരു വീഡിയോ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ചെയ്തിട്ടുണ്ട്, 2ാം ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പൊ അതൊന്നും കൂടി കാണുക കേട്ടാ. അതൊന്നും കൂടി കണ്ടിട്ട് ഇതിന് വരുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ചെലവ് കാണുന്നോ? എന്തിനാ ചെയ്ത ചെലവ്? ചെലവോ? എന്തൊക്കെ ശിജിൽ എന്തൊക്കെ പറയണ്ടേ? പിന്നെ അത് ചെലപ്പോ എന്റെ മുട്ടായി തരുമോ? കുട്ടി ഉണ്ടായിട്ടില്ല. എന്താ സംഭവം പറയാതെ? കുട്ടി ഉണ്ടായിട്ടില്ലടാ. കുട്ടി ഉണ്ടാവാൻ പോണുള്ളൂ. അത് അപ്പഴല്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഒപ്പാ